എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്തിൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടുള്ള എൻ്റെ പേര് ഷിബു. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹായ് എയുടെ ശിവചേട്ടാ. 12 പടികൾ. ഹായ് ഹായ്. എയുടെ 12 പടികൾ നിർദ്ദേശങ്ങൾ മാത്രമാണ് എന്ന ഭാഗത്താണ്. പേജ് നമ്പർ 167 എ കംസ് ഓഫ് ഏജിലാണ്. ആൽക്കോളിസമസിന്റെ സേവനം എങ്ങനെയാണ് ലോകം മുഴുവനും വ്യാപിച്ചതെന്നും എങ്ങനെയാണ് അത് വ്യാപിപ്പിച്ചതെന്നുമുള്ള കാര്യങ്ങളാണ് സേവനത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. സേവനത്തിന്റെ ഭാഗത്ത് such were the final concessions to those of little or no faith. This was the great contribution of our atheists and diagnostics. They had widened our gateway to that all who suffer might pass through regardless of their belief or lack of belief. അതായത് അജ്ഞേയവാദികളുടെയും അല്പവിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കുമുള്ള അവസാന പരിഗണനയായിരുന്നു ഇത്. അജ്ഞേയവാദികളുടെയും നിരീശ്വരവാദികളുടെയും വലിയ സംഭാവനയായിരുന്നു ഇത്. വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ പരിഗണിക്കാതെ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള വഴികൾ അവർ വിസ്താരമുള്ളതാക്കി. ദൈവം പടികളിൽ തന്നെയുണ്ട്, പക്ഷെ ആർക്കും ഏതൊരാൾ ശ്രമിച്ചു നോക്കാനാവുന്ന വിധത്തിൽ അത് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. God was attaining there in our steps, but he was now expressed in terms that anybody at all would accept and try. Countless years have since testified that without this great evidence of liberality, they never could have set foot on any path of spiritual progress or even approached us in the first place. It was another one of those providential strikers. By now, great number of the 400 memographs which had been sent out had been returned. The total reaction was very good. Indeed, it was wonderful. Many helpful suggestions had been made, and two of those these were critically important. One of them came from Dr. Howard, a well-known psychiatrist of Montclair, New Jersey. He pointed out that the text of our book was too full of the words you and must. He suggested that we substitute wherever possible such expressions as we ought or we should. His idea was to remove all forms of coercion, to put our fellowship on a we ought basis instead of a you must basis. To make this shift throughout the text of the book would be a big job. I argued weakly against it, but soon gave in. It was perfectly apparent that the doctor was dead right. Dr. Silkworth and Dr. Tybalt gave us similar advice and much more besides, and we must never forget that it was Dr. Silkworth who wrote the introduction to the first edition of Alcoholism, giving the volume medical standing. അപ്പോൾ ദൈവം പടികളിൽ തന്നെയുണ്ട്, പക്ഷെ ആർക്കും ഏതൊരാൾക്ക് ശ്രമിച്ചു നോക്കാനാവുന്ന വിധത്തിൽ അത് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതാണ്. എണ്ണമറ്റ ഏകൾ സാക്ഷ്യപ്പെടുത്തുന്നു, ഈ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നുവെങ്കിൽ അവരിൽ പലരും കടന്നു വരികയോ പരീക്ഷിച്ചു നോക്കുകയോ ചെയ്യുമായിരുന്നില്ല. എന്ന ആത്മീയ തത്വങ്ങൾ ഇത് ഈശ്വരന്റെ മറ്റൊരു ഇടപെടലായിരുന്നു. പുറത്തുവിട്ട 400 കോപ്പികൾ തിരിച്ചെത്തിയിരിക്കുന്നു. പ്രതികരണം നല്ലതായിരുന്നു. അതായത് ബിഗ് ബുക്കിന്റെ മീമോഗ്രാഫ് കോപ്പികൾ തിരിച്ചെത്തിയിരിക്കുന്നു. പ്രതികരണം നല്ലതായിരുന്നു, അത്ഭുതാവഹമായിരുന്നു. പല നിർദ്ദേശങ്ങളും വന്നു. അതിൽ 2 എണ്ണം നിർണായകമായിരുന്നു. ഒന്ന്, ന്യൂജേഴ്സിയിലെ മൗണ്ട് ക്ലെയറിൽ നിന്നുള്ള പ്രസിദ്ധനായ മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ ഹോവാർഡിൻ്റെതായിരുന്നു. അവയിലൊന്ന് നിങ്ങൾ തീർച്ചയായും വേണം എന്നീ വാക്കുകൾ കൊണ്ട് നമ്മുടെ പുസ്തകം നിറഞ്ഞിരിക്കുന്ന ഏതൊക്കെ ചൂണ്ടിക്കാട്ടി. ഈ വാക്കുകൾക്ക് പകരം നാം ചെയ്യേണ്ടത് നാം ചെയ്യണം എന്നീ വാക്കുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. എല്ലാവിധത്തിലുമുള്ള സമ്മർദ്ദം ഒഴിവാക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നിങ്ങൾ തീർച്ചയായും എന്നതിന് പകരം നാം ചെയ്യേണ്ടതാണ് എന്ന ആശയം നമ്മുടെ കൂട്ടായ്മ സ്വീകരിക്കണമെന്നാണ് അതിനർത്ഥം. പുസ്തകത്തിലുടനീളം ഇത്തരമൊരു മാറ്റം വരുത്തുക വലിയ ജോലിയായിരുന്നു. ഞാൻ ആദ്യം എതിർത്തു, വാദിച്ചു, പിന്നെ സമ്മതിച്ചു. കാരണം ഡോക്ടർ കൃത്യമായും ശരിയായിരുന്നു. അതുപോലെയും അതിൽ കവിഞ്ഞ് ചില നിർദ്ദേശങ്ങൾ ഡോക്ടർ സിൽക്വർത്തും ഡോക്ടർ ടൈബോട്ടും നൽകി. വൈദ്യശാസ്ത്രത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്ന ഡോക്ടർ സിൽക്വർത്ത് ആദ്യ പതിപ്പിന് ആൽക്കോളിസമസിന് എഴുതിയ അവതാരിക ഒരിക്കലും മറക്കാനാവാത്തതാണ്. All this time, much needed encouragement and advice had come from Dick Richardson, Frank Amos, and Dr. Leonard Strong of our board of trustees. They had followed our progress with eager interest and constantly rising hope. It should here be emphasized that the creation of AS book brought forth much more than dispute about its contents. As the volume grew, so did the conviction that we were on the right track. We saw them tremendous
visits of what this book might become and might do. High expectations based on a confident faith was the steady and sustaining overtone of feeling and finally prevailed among us, like the sound of a receding thunderstorm. The din of our earlier battles was only a ramble. The air cleared and the sky was bright. We all felt good. In the midst of this rejoicing, still another wonderful thing happened. We had worried about how the world of religion would receive our book. We were not kept waiting long. Dr. Harry Emerson Forstick expressed his deepest satisfaction with the volume and promised to review it when it was released. The New York group did not contain even one Catholic member at the time. The book was in preparations. A Catholic member from Akron and had written his story but had volunteered no further opinion. So we were entirely in the dark as to that what a Catholic clergyman would say about our book. A group of laymen whose combined religious training and experience had been small indeed had produced a volume which described release from alcoholism by spiritual means. What could our Catholic friends think? We had not the slightest inkling. Then the good news came. By messenger, we had sent the book Alcoholism to the Catholic Committee on Publication in the New York Archdiocese. Our messenger was Morganar, released only a few weeks before from Greystone Asylum, and himself the first Catholic to put it in an appearance in New York. It turned out he knew a member of the Church Committee on Publications, so we were sent Morgan not long after he returned with wonderful things to tell us. The committee, he said, had nothing but the best to say of our efforts. From their point of view, the book was perfectly all right as far as it went. After reading the section on meditation and prayer, the committee had made certain suggestions for improvement, though none of actual change. Morgan had brought this with him, and they looked so good that we adopted them on the spot. In only one sentence of the entire book had they found it necessary to suggest a real change. At the conclusion of my own story, chapter 1 of the original draft, I had made a uh, rhetorical flourish to the effect that we have found heaven right here on this good old earth. Morgan's friend on the committee pointed this out to him with a smile and said, "Don't you think that Bill W. could change that word heaven to utopia? After all, we Catholics are promising folks something much better later on." The committee took no official action. They just set us word that we were all right. Indeed, this has since been the verdict of practically all denominations, a fact for which we are devotedly grateful. നാം ചെയ്യേണ്ടതാണ്, നാം ചെയ്യണം എന്നീ വാക്കുകൾ അവർ നിർദ്ദേശിച്ചു. എല്ലാവിധത്തിലുമുള്ള സമ്മർദ്ദം ഒഴിവാക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നിങ്ങൾ തീർച്ചയായും എന്നതിന് പകരം നാം ചെയ്യേണ്ടതാണ് എന്ന ആശയം നമ്മുടെ കൂട്ടായ്മ സ്വീകരിക്കണമെന്നാണ് അതിനർത്ഥം. പുസ്തകത്തിലുടനീളം ഇത്തരമൊരു മാറ്റം വരുത്തുക വലിയ ജോലിയായിരുന്നു. ഞാൻ ആദ്യം എതിർത്തു, വാദിച്ചു, പിന്നെ സമ്മതിച്ചു. കാരണം ഡോക്ടർ കൃത്യമായും ശരിയായിരുന്നു. ഇതുപോലെയും അതിൽ കവിഞ്ഞ ചില നിർദ്ദേശങ്ങൾ ഡോക്ടർ സിൽക്കോർത്തും ഡോക്ടർ ടൈബോട്ടും നൽകി. വൈദ്യശാസ്ത്രത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്ന ഡോക്ടർ സിൽക്കോർത്ത് ആൽക്കോളിസമിന്റെ ആദ്യ പതിപ്പിന് എഴുതിയ അവതാരിക ഒരിക്കലും മറക്കാനാവാത്തതാണ്. ഇക്കാലം അത്രയും അത്യന്താപേക്ഷിതമായ പ്രോത്സാഹനം ബോർഡ് ട്രസ്റ്റിമാരായ റിച്ചാർഡ്സൺ, ഫ്രാങ്ക് ആമോസ്, ഡോക്ടർ ലെനോർഡ് സ്ട്രോങ് എന്നിവരിൽ നിന്ന് വേണ്ടുവോളം ലഭിച്ചു. അവർ ആകാംക്ഷയോടും ഉയർന്ന പ്രതീക്ഷയോടും നമ്മുടെ പുരോഗതി തുടർന്നു. പുസ്തകത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വളരെയധികം വിവാദങ്ങൾ ഉയർന്നു വന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. പുസ്തകം പുരോഗമിച്ചപ്പോൾ നാം ശരിയായ പാതയിലാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. ഈ പുസ്തകം മുമ്പോട്ട് വയ്ക്കുന്ന രാജവീതികളും പ്രവൃത്തികളും ഞങ്ങൾ കണ്ടു. ഉയർന്ന പ്രതീക്ഷയും ഉറച്ച വിശ്വാസവും ഞങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രതീതി ഞങ്ങൾക്കുണ്ടായി. ഇടിമുഴക്കത്തിന്റെ പ്രതിധ്വനി പോലെ തോന്നിയ ഞങ്ങളുടെ ആദ്യകാല യുദ്ധങ്ങൾ ഇപ്പോൾ വെറും ഒരു മൂളൽ മാത്രമായിരിക്കുന്നു. വായു ശുദ്ധമായിരിക്കുന്നു, ആകാശം തെളിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് സുഖം തോന്നി. ഈ ആഹ്ലാദത്തിനിടയിൽ മറ്റൊരു അത്ഭുതം സംഭവിച്ചു. മതങ്ങൾ നമ്മുടെ പുസ്തകം എങ്ങനെ സ്വീകരിക്കുമെന്ന് നാം ഭയപ്പെട്ടിരുന്നു. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ഡോക്ടർ ഹാരി എമേഴ്സൺ ഫോർസ്റ്റിക് നമ്മുടെ പുസ്തകത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ തൃപ്തനാണെന്നും പുസ്തകം പുറത്തിറങ്ങുമ്പോൾ നിരൂപണം എഴുതാമെന്നും സമ്മതിച്ചു. പുസ്തകം തയ്യാറാക്കുമ്പോൾ ന്യൂയോർക്കിൽ കത്തോലിക്കരായി ഒരംഗം പോലും ഉണ്ടായിരുന്നില്ല. അക്രോണിൽ നിന്നൊരു കാത്തലിക് അംഗം ഒരു കഥ എഴുതി, പിന്നീടൊന്നും അഭിപ്രായം പറഞ്ഞില്ല. അതുകൊണ്ട് കാത്തലിക് പുരോഹിതന്മാർ എന്ത് പറയുമെന്നോർത്ത് ഞങ്ങൾ ഇരുട്ടിൽ തപ്പുകയായിരുന്നു.
സാധാരണക്കാരായ കുറെ കത്തോലിക്കർ ചേർന്ന് മദ്യത്തിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള ആത്മീയ മാർഗത്തെപ്പറ്റി ഒരു പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നു. നമ്മുടെ കാത്തലിക് സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കും? ഒരു നേരിയ സൂചന പോലും ഞങ്ങൾക്കില്ലായിരുന്നു. പിന്നീട് നല്ല വാർത്ത വന്നു. ന്യൂയോർക്കിലെ ആർച്ച് ഡയോസിസിലെ കാത്തലിക് പ്രസിദ്ധീകരണ വിഭാഗം കമ്മിറ്റിക്ക് ദൂതൻ മുഖേന ആൽക്കോളിസ് അനോണിമസ് എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി ഞങ്ങൾ കൊടുത്തയച്ചിരുന്നു. ഞങ്ങളുടെ ദൂതൻ ഗ്രസ്റ്റൺ പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ മിസ്റ്റർ മോർഗൻ ന്യൂയോർക്കിലെ ആദ്യ കത്തോലിക്കനായിരുന്നു. പള്ളി കമ്മിറ്റിയിലെ പ്രധാന വിഭാഗത്തിലെ ഒരാളെ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മോർഗനെ സഹായിച്ചത്. വൈകാതെ അത്ഭുതകരമായ കാര്യങ്ങളുമായി അദ്ദേഹം മടങ്ങിയെത്തി. അദ്ദേഹം പറഞ്ഞു, കമ്മിറ്റിക്ക് നമ്മുടെ ഉദ്യമത്തെപ്പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. അവരുടെ കാഴ്ചപ്പാടിൽ കണ്ടിടത്തോളം നമ്മുടെ പുസ്തകം പൂർണ്ണമായും ശരിയാണ്. യഥാർത്ഥത്തിൽ തിരുത്തണമെന്ന ഉദ്ദേശമില്ലെങ്കിലും പ്രാർത്ഥനയും ധ്യാനവും എന്ന ഭാഗത്തെ ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. മോർഗൻ കൊണ്ടുവന്ന കാര്യങ്ങൾ നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ട് അപ്പോൾ തന്നെ അത് സ്വീകരിച്ചു. പുസ്തകത്തിന്റെ യഥാർത്ഥത്തിൽ ഒരു വാചകം മാത്രമാണ് തിരുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടത്, നിർദ്ദേശിച്ചത്. 1-ാം അധ്യായത്തിൽ എൻ്റെ കഥ തീരുന്നിടത്ത് പ്രഭാഷണ ശൈലിയിൽ അലങ്കാര ഭാഷയിൽ നാം ഒരു വാചകമുണ്ടായിരുന്നു. ഈ നല്ല പഴയ ഭൂമിയിൽ നാം ഒരു സ്വർഗം കണ്ടെത്തിയിരിക്കുന്നു. അതായിരുന്നു ആ വാചകം. മോർഗന്റെ കമ്മിറ്റിയിലെ സുഹൃത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ബിൽ ഡബ്ല്യുവിന് സ്വർഗം എന്ന വാക്കിന് പകരം ഉട്ടോപ്യ എന്ന വാക്ക് ആക്കിക്കൂടെ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാരണം ഞങ്ങൾ ക്രിസ്ത്യാനികൾ കൂടുതൽ നല്ലതെന്തോ വാഗ്ദാനം നൽകുന്നുണ്ട്. കമ്മിറ്റി നടപടികളൊന്നും സ്വീകരിച്ചില്ല. എല്ലാം നല്ലതാണെന്ന് അറിയിക്കുക മാത്രം ചെയ്തു. യഥാർത്ഥത്തിൽ തീർച്ചയായും എല്ലാ വിഭാഗങ്ങളുടെയും തീർപ്പിനായിരുന്നു ഇത്. നാം ഭക്തി പുരസ്സരം നന്ദിയുള്ളവരാണ് ഈ കാര്യത്തിൽ. Nothing now remained except to prepare the printer's copy of the book. We selected one of the mimeographs and in Henry's clear handwriting all the corrections were transferred to it. There were few large changes that the small ones were very numerous. The copy was hardly legible and we wondered if the printer would take it, heavily marked up it as it was. Henry and I went to New York and soon found ourselves face to face with Edward Blackwell, president of the Cornwall Press, in high spirits. We told him we were ready to go. Mr. Blackwell wanted to know how many copies we wished. With the promised Reader's Digest article in mind, we were still thinking of carloads, though doubtless impressed Mr. Blackwell suggested 5,000 copies for the first printing. Then he asked what financial terms we were able to make. We cautiously let it be known that our cash was temporarily low, pointing out that the Reader's Digest article would do for us. Henry mentioned the figure of $500 for our first down payment on the 5,000 books. Mr. Blackwell was startled and looked at it. What about the Rockefeller connection? He asked. We replied that we had better hold that in reserve, that we were trying to manage this thing on our own if we could. Mr. Blackwell, having already caught the AA spirit, said with a twinkle in his eye, well, I guess that will do. I am glad to give you a hand. So the presses were set to roll and Alcoholics Anonymous had found another wonderful friend. When making these arrangements with Mr. Blackwell, we fixed the retail price of the book at $3.50. The figure was the result of long and heated arguments. Some members had insisted on the $1 book, other wanted $250 book printing. They had turned, others wanted $250 printing. They had turned deaf ears to Henry's plea that we must make something on the deal or else we could never operate a headquarters office, much less pay off the shareholders. But Henry finally won through, and as a consolation of the contestants, we directed Mr. Blackwell to do the job on the thickest paper in his shop. The original volume proved to be the bulky that it became known as the Big Book. Of course, the idea was to convince the alcoholic purchaser that he was indeed getting his money worth. പ്രിന്റർക്കുള്ള കോപ്പി ശരിയാക്കുന്ന കാര്യം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഞങ്ങൾ ഒരു കോപ്പി തിരഞ്ഞെടുത്തത് ഹെൻറിയുടെ മനോഹരമായ കൈയക്ഷരത്തിൽ തിരുത്തലുകൾ നടത്തി. വലിയ തിരുത്തലുകൾ കുറവായിരുന്നു, പക്ഷെ ചെറിയ തിരുത്തലുകൾ ധാരാളമായിരുന്നു. അത്രമാത്രം തിരുത്തലുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് കോപ്പി വ്യക്തമായിരുന്നില്ല. പ്രിന്റർ ഇത് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ സംശയിക്കുകയും ചെയ്തു. ഞാനും ഹെൻറിയും ന്യൂയോർക്കിൽ കോൺവാൾ പ്രസിന്റെ പ്രസിഡന്റ് എഡ്വേർഡ് ബ്ലാക്ക്വെല്ലിന്റെ മുന്നിലെത്തി. വലിയ ആവശ്യത്തോടെ ഞങ്ങൾ പറഞ്ഞു, മുന്നോട്ട് പോകാം. എത്ര കോപ്പിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് മിസ്റ്റർ വെല്ലിന് അറിയേണ്ടതുണ്ടായിരുന്നു. റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ലോഡ് കണക്കിന് തന്നെയാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായും ആകർഷകനായ ബ്ലാക്ക്വെൽ നിർദ്ദേശിച്ചത് ആദ്യ പ്രിന്റിംഗിൽ 5000 കോപ്പിയായിരുന്നു.
പിന്നീട് അദ്ദേഹം ചോദിച്ചു, സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കാം? ഞങ്ങൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കാൻ ശ്രമിച്ചു. നമ്മുടെ പണനിലവാരം പരിങ്ങലിലാണ്. റീഡേഴ്സ് ഡൈജസ്റ്റ് ലേഖനം ചൂണ്ടിക്കാട്ടി $500 അഡ്വാൻസ് നൽകാമെന്ന് ഹെൻറി സൂചിപ്പിച്ചു. മിസ്റ്റർ ബ്ലാക്ക്വെൽ അസ്വസ്ഥനായി നോക്കി ചോദിച്ചു, അപ്പോൾ റോക്ക്ഫെല്ലർ ബന്ധം? ഞങ്ങൾ അത് കരുതലായി കണ്ടിരിക്കുന്നു. സാധിക്കുമെങ്കിൽ ഈ കാര്യം ഞങ്ങൾ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എയുടെ സ്പിരിറ്റ് അറിയാവുന്ന ബ്ലാക്ക്വെൽ ഒന്ന് കണ്ണിറുക്കി എന്നിട്ട് പറഞ്ഞു, കൊള്ളാം, അത് നടക്കുമെന്ന് തോന്നുന്നു. നിങ്ങളെ ഒരു കൈ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. അച്ചുകൂടം ചലിക്കാൻ തുടങ്ങി. ആൽക്കോളിസ് അനോണിമസിന് മറ്റൊരു അത്ഭുത സുഹൃത്തിനെ കൂടി ലഭിച്ചു. മിസ്റ്റർ ബ്ലാക്ക്വെല്ലുമായി ഇത്തരം ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ പുസ്തകത്തിന്റെ വില $3.50 നിശ്ചയിച്ചു. നീണ്ട ചൂടേറിയ തർക്കങ്ങൾക്കൊടുവിലാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത്. ചിലർ $1 പുസ്തകമാണ് ഉദ്ദേശിച്ചത്. മറ്റു ചിലർ $2.50 പുസ്തകത്തിനായി നിലകൊണ്ടു. ഹെൻറിയുടെ അപേക്ഷകൾ ആരും ചെവിക്കൊണ്ടില്ല. എന്തെങ്കിലും ഈ ഇടപാടിൽ നിന്ന് ഇല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് നിലനിർത്താനാവില്ല. ഓഹരി ഉടമകൾക്ക് ഒന്നും മടക്കി നൽകാനാവില്ല. അവസാനം ഹെൻറി വിജയം കണ്ടു. മത്സരക്കാരുടെ സമാധാനത്തിനായി ബ്ലാക്ക്വെല്ലിന്റെ പ്രസ്സിലുള്ള ഏറ്റവും കട്ടി കൂടിയ കടലാസ് കൊണ്ട് തന്നെ പുസ്തകം അച്ചടിക്കാൻ തീരുമാനിച്ചു. യഥാർത്ഥ പുസ്തകം ഇറങ്ങിയപ്പോൾ അത് വളരെ കട്ടിയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അത് ബിഗ് ബുക്ക് എന്നറിയപ്പെടാൻ തുടങ്ങി. പണം മുടക്കുന്ന മദ്യാസക്തന് അതിനുള്ളത് ലഭിക്കുന്നു എന്ന ബോധ്യപ്പെടുത്തലായിരുന്നു ഉദ്ദേശം. Very soon, Henry Ruth Dorotheus of Cleveland and I wheeled up to Mr. Blackwell's big printing plant at Cornwall, New York, and checked in the town's only hotel. We brought with us the mangled but precious printer's copy of Alcoholics Anonymous. When the Cornwall manager saw the mess our book was in, he was so dismayed that he almost sent us home to make a fresh tapping of the whole business. But salesman Henry prevailed upon him to try to make galleys, and day after day we corrected this as they issued from the shop. By now our money supply was gone. The hotel bill was going to be twice as much as the cash we had. To Roth and Dorothy and me this seemed pretty awkward, but Henry stated confidently that God would provide. Henry had lately adopted the comforting theory that if God wanted something done, we only had to keep running up bills which eventually he would pay. This was a heartening example of faith, but it had left the practical a question of who would be God's agent in the matter of the money. Our stockholders were already loaded for every share they could take. They had it. Maybe good old Charlie Towns would be the man. So it fell me my lot to go to New York and put the touch on him. Mr. Towns was not too favorably impressed when he heard where we stood, but he came through with the hotel bill and about $100 to spare. പെട്ടെന്ന് തന്നെ ഹെൻറിയും റൂത്തും ക്ലേവ്ലാൻഡിലെ ഡൊറോത്തിയും ഞാനും ന്യൂയോർക്കിലെ കോൺവാളിലുള്ള മിസ്റ്റർ ബ്ലാക്ക്വെല്ലിന്റെ പ്രിന്റിംഗ് പ്രസ്സിലേക്ക് പോയി. അവിടുത്തെ ഏക ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ചതഞ്ഞതെങ്കിലും വിലപ്പെട്ട ആൽക്കോളിസ് അനോണിമസിന്റെ പ്രിന്റർക്കുള്ള കോപ്പിയുമാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കോൺവാൾ മാനേജർ നമ്മുടെ പുസ്തകത്തിന്റെ കോപ്പി കണ്ടപ്പോൾ അത്ഭുതപ്പെടുകയും മടങ്ങിപ്പോയി എല്ലാം വീണ്ടും ടൈപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്ന ഘട്ടം വരെ എത്തി. പക്ഷെ സെയിൽസ്മാനായിട്ട ഹെൻറി അദ്ദേഹത്തെ സ്വാധീനിക്കുകയും എങ്ങനെയെങ്കിലും അച്ചു നിരത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞങ്ങൾ തിരുത്തിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പണം തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ കയ്യിലുള്ള പണത്തിന്റെ ഇരട്ടിയായി ഇരിക്കുന്നു ഹോട്ടൽ ബില്ല്. എനിക്കും റൂത്തിനും ഡോറോത്തിക്കും അതൊരു വിലക്ഷണമായി തുടങ്ങി. പക്ഷെ ദൈവം തരുമെന്ന ആത്മവിശ്വാസത്തോടെ ഹെൻറി പ്രസ്താവിച്ചു. വളരെ ആശ്വാസകരമായ ഒരു തത്വം ഹെൻറി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ദൈവം എന്തെങ്കിലും നടത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നാം വെറുതെ മല കയറിയാൽ മതി, അവൻ ചെലവ് നോക്കിക്കോളും. ഇത് ഹൃദയഹാരിയായ ഒരു ഉദാഹരണമാണ്. പ്രായോഗിക ചോദ്യം ഇതാണ്: പണത്തിന്റെ കാര്യത്തിൽ ആരായിരിക്കും ദൈവത്തിന്റെ ഏജന്റ്? ഓഹരി ഉടമകൾ പരമാവധി മുടക്കിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ചാർലറ്റ് ടൗൺ ആയിരിക്കുമോ നമ്മുടെ ആൾ. അതുകൊണ്ട് ഞാൻ ന്യൂയോർക്കിൽ പോയി അദ്ദേഹത്തെ കാണേണ്ടി വന്നു. ഞങ്ങൾ എവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് ഹോട്ടൽ ബില്ല് അടയ്ക്കുകയും കൂടാതെ ഒരു $100 തരികയും ചെയ്തു. We took a cheerful view. Soon the book plates would be made. The presses would roll. And 5,000 books would be ready when the Reader's Digest price broke. Henry and Ruth and I divided the last $100 among us, and we all returned to New York in high spirits. We could be patient now. Prosperity was just around the corner. I will never know why. In all the time during which the books was in preparations, none of us had thought of getting in touch with the Reader's Digest. Somehow the question of timing
their article with the appearance of our book had not occurred to us. As Henry and I again rode up the parkway toward Pleasantville, we wondered about this. We estimated it might take them several months to produce the promised piece, but they were why worry? It was just a question of time. Anyhow, we were greeted by managing editor Payne at the door of his office. He did not remember exactly who we were. Henry gaily remarked, "Well, Mr. Managing Editor, we are all ready to shoot." And Mr. Pine, nonplussed, weakly replied, "Shoot what?" Hastily, we brought him up to date. And the memory of our visit during the previous fall came back with a rush. Of course, he said, "I remember you now. You are the representatives of the Fellowship of Alcoholics. You wanted a digest piece about our society and the book you were preparing. You will remember that I told you I had to check this up with our editorial staff. Well, I did. To my surprise, they did not like the idea at all. They did not think there would be much interest in a society of alcoholics, and they thought besides that the whole business would be controversial, medically and religiously speaking. And words of all, I forgot to let you people know, I am so sorry. This was shattering. Even the buoyant Henry was sunk. He protested, but it was no use. This was it. The book enterprise had collapsed. ഞങ്ങൾ ആഹ്ലാദഭരിതരായി. പെട്ടെന്ന് തന്നെ ബുക്കിന്റെ പ്ലേറ്റുകൾ ഉണ്ടാക്കും. പ്രസ് ചലിക്കാൻ തുടങ്ങും. റീഡേഴ്സ് ഡൈജസ്റ്റ് ലേഖനം എത്തുമ്പോൾ 5000 പുസ്തകങ്ങൾ റെഡിയായിരിക്കും. ഞാനും റൂത്തും ഹെൻറിയും $100 വീതിച്ചെടുത്തു. ഞങ്ങൾ ആഹ്ലാദചിത്തരായി ന്യൂയോർക്കിൽ തിരിച്ചെത്തി. ഇപ്പോൾ നാം അക്ഷമരായിരിക്കണം. സമ്പൽ സമൃദ്ധി അടുത്തെത്തിയിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. പുസ്തകത്തിന്റെ കാര്യങ്ങൾ നടക്കുമ്പോഴൊന്നും ആർക്കും റീഡേഴ്സ് ഡൈജസ്റ്റിൽ ബന്ധപ്പെടാൻ തോന്നിയില്ല. പുസ്തകത്തിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ ആർക്കും റീഡേഴ്സ് ഡൈജസ്റ്റുമായി ബന്ധപ്പെടാൻ തോന്നിയില്ല. പുസ്തകം ഇറങ്ങുന്നതിനോടനുബന്ധിച്ച് ലേഖനം എഴുതുന്ന കാര്യം ഞങ്ങൾ ആരും ഓർത്തില്ല. ഞങ്ങൾ പ്ലസന്റ് പോകുമ്പോൾ ഞങ്ങൾ ഇതോർത്ത് അത്ഭുതപ്പെട്ടു. ഞങ്ങളോട് പറഞ്ഞ ലേഖനം എഴുതാൻ ഒരുപക്ഷെ മാസങ്ങൾ എടുത്തേക്കാം. ഭയപ്പെടാനില്ല, ഇതൊരു സമയത്തിന്റെ പ്രശ്നം മാത്രമാണ്. മാനേജിംഗ് എഡിറ്റർ പെയിൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഞങ്ങളെ സ്വീകരിച്ചിരുത്തി. ശരിക്കും ഞങ്ങൾ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഹെൻറി ഉത്സാഹവാനായി പറഞ്ഞു, "കൊള്ളാം മിസ്റ്റർ മാനേജിംഗ് എഡിറ്റർ, ഞങ്ങൾ തൊടുത്തുവിടാൻ തയ്യാറായിരിക്കുന്നു." മിസ്റ്റർ പെയിൻ അമ്പരപ്പോടെ ഉദാസീനായി പറഞ്ഞു, "എന്തു തൊടുത്തുവിടാൻ?" പെട്ടെന്ന് തന്നെ ഞങ്ങൾ മുമ്പ് വന്ന കാര്യം ഓർമ്മിപ്പിച്ചു. തീർച്ചയായും അദ്ദേഹം പറഞ്ഞു. "ഞാൻ ഓർമ്മിക്കുന്നു, നിങ്ങൾ മധ്യാസക്തരുടെ കൂട്ടായ്മയുടെ പ്രതിനിധികളാണല്ലോ. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകമായും കൂട്ടായ്മയെയും കുറിച്ച് ലേഖനം എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നല്ലോ. എനിക്ക് എൻ്റെ എഡിറ്റോറിയൽ സ്റ്റാഫുമായി ആലോചിക്കണമെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ." "കൊള്ളാം, ഞാനത് ചെയ്തു." എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ ആശയം സമ്മതിച്ചില്ല. മധ്യാസക്തരുടെ സമൂഹത്തിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടാകുമെന്ന് അവർ കരുതുന്നില്ല. അതുകൂടാതെ ഈ ഏർപ്പാട് ഒരു വിവാദമാകുമെന്ന് അവർ കരുതുന്നു. വൈദ്യശാസ്ത്രപരമായും മതപരമായും ഇത് വിവാദമാകും. വളരെ കഷ്ടം. ഞാനിത് നിങ്ങളെ അറിയിക്കാൻ മറന്നുപോയി. ഞാൻ ഖേദിക്കുന്നു. ഇത് വലിയൊരു തകർച്ചയായിരുന്നു. ഉത്സാഹിയെ ഹെൻറി പോലും തകർന്നുപോയി. ഞങ്ങൾ എതിർത്തു, പക്ഷെ ഫലമുണ്ടായില്ല. അതങ്ങനെയായിരുന്നു. പുസ്തക പ്രസ്ഥാനം തകർന്നടിഞ്ഞു. Riding home in days, we wondered how we could face the groups, the stockholders, the printer, and Mr. Towns. The AA Fellowship then had just about 100 members. 28 books had been promised to those who wrote stories, and 49 had to be sent free to the alcoholic stockholders and their friends who had subscribed. Soon 5,000 books would land in Cornwall warehouse with no market whatever. Maybe the printer would have to take them out to protect himself. We had not a cent left, and certainly our $500 shoestring payment would not be much compensation to Mr. Blackwell. And what would the two trustees say? Maybe they had been right after all. What would we do? How could we face up to this catastrophe? We had no idea at all. Our homecoming, however, proved less distressing than we expected. A few of our people grumbled and said, "We told you so." But nearly everybody else took a sporting attitude and asked that what had become of our faith. The trustees were mighty nice about it too. They suggested weekly meetings to consider ways and means of getting the book into circulations. Most cheering of all, Mr. Edward Blackwell said he had no intention of turning our book over to an outside publisher. He would see us through, he said, and so he did, for many an uncertain month and year to come. സ്തബ്ധരായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങൾ അമ്പരന്നു. ഗ്രൂപ്പുകൾ എങ്ങനെ അഭിമുഖീകരിക്കും? ഓഹരി ഉടമകൾ, പ്രിന്റർമാർ,
പ്രിന്റർ മിസ്റ്റർ ടൗൺസ് കൂട്ടായ്മ കഷ്ടിച്ച് 100 പേരുടേത് മാത്രമാണ്. 28 കഥകൾ പുസ്തകത്തിനായി എഴുതിയവർ, 49 കഥകൾ എഴുതിയ മറ്റു മധ്യസ്ഥർ, ഓഹരി ഉടമകൾ, സുഹൃത്തുക്കൾ, ഇവർക്കെല്ലാം പുസ്തകം നൽകണം. 5000 പുസ്തകങ്ങൾ കോൺവാൾ പ്രസിന്റെ വെയർഹൗസിൽ ആവശ്യക്കാരില്ലാതെ കിടക്കും. ഒരുപക്ഷെ പ്രിന്റർ തന്നെ അത് സൂക്ഷിക്കുമായിരിക്കും, അയാളുടെ സാമ്പത്തിക സുരക്ഷത്തിനായി. ഞങ്ങളുടെ കയ്യിൽ ഒരു സെന്റ് പോലുമില്ല. $5000 ബ്ലാക്ക്ബേണിന് ഒട്ടും പര്യാപ്തമായ തുകയല്ല. ട്രസ്റ്റിമാർ എന്തായിരിക്കും പറയുന്നത്? ഒരുപക്ഷെ അവർ ആയിരുന്നിരിക്കാം ശരി. നാം എന്തു ചെയ്യുമെന്ന്, ഈ വിനാശത്തെ നാം എങ്ങനെ നേരിടും? ഞങ്ങൾക്കൊരാശയവുമില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള മടക്കം വിചാരിച്ചത്ര അസ്വസ്ഥമായിരുന്നില്ല. വളരെ കുറച്ചു പേർ മാത്രം മുറുമുറുക്കുകയും ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന് പറയുകയും ചെയ്തു. മറ്റുള്ളവരെല്ലാം തന്നെ മാന്യമായി പെരുമാറുകയും നമ്മുടെ വിശ്വാസത്തിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയും ചെയ്തു. ട്രസ്റ്റിമാർ നല്ല സമീപനം സ്വീകരിച്ചു. ആഴ്ചയിൽ മീറ്റിംഗുകൾ നടത്താമെന്നും പുസ്തകത്തിന്റെ സർക്കുലേഷൻ ആവശ്യമായ ചർച്ചകൾ നടത്താമെന്നും നിർദ്ദേശിച്ചു. ഏറ്റവും ഉത്സാഹി മിസ്റ്റർ ബ്ലാക്ക്ബെൽ ആയിരുന്നു. പുറത്ത് പ്രസാധകരെ ഏൽപ്പിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നേരിൽ കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന അനിശ്ചിതത്വം നിറഞ്ഞ ഒരു മാസവും ഒരു വർഷവും അദ്ദേഹം അത് ഞങ്ങൾക്കായി ചെയ്തു. പുസ്തകത്തിന് അനക്കമുണ്ടാക്കാൻ എന്തെങ്കിലും പരസ്യം വേണമെന്നുള്ളത് വ്യക്തമായിരുന്നു. It was obvious that we had no get some publicity in order to move these books. We tried magazines after magazine with no result. While we were in the midst of these efforts, Cornwall Press told us the printing was ready. It was April 1913. Henry Absolute Brock was trying to get to work. Ruth, living at home, was given meaningless stock certificates at the different works publishing as pay. She cheerfully accepted this and never slackened her affairs. All of us were going into debt just for living expense. Then, on May 1st, fresh calamity fell upon 992 Clinton Street. Louise and had been living in a house which belonged to her parents before their death. The bank and had taken it over and rented it to us for a nominal sum. The mortgage was so big the bank had found great difficulty in selling the place, so we had been able to stay there several years. But at this moment they found a purchaser, and we had to get out from it. 4 floors, the old brick house disgorged its furniture into a moving van. The warehouse had to pay the mover, since we could not. All our worldly good were in hock with the warehouseman, and they were to stay that way for 2 years more. Where could we go? Friends relayed around a small fund, just about the first money our foundation ever had, was set up as the Louis W. Home Replacement Fund. To the surrounding families began to make a tiny contribution, small of course, because everybody was broke. Out of this, the trustees began to pay Louis and me $50 a month. A newer member, Jaxie, loaned us a battered Lincoln automobile. But where would we live? The question was settled by Howard and his mother, who owned a summer camp on a remote lake in western New Jersey. Here we stayed until snow flew in November. This interval gave us the needed opportunity to revive the bankrupt book project. Shortly after the publication of Alcoholism in April, Dr. Fosdick had beautifully reviewed the book, just as he promised. His review was reprinted, chiefly by religious periodicals, but it had no influence so far as book orders was concerned. We were delighted when the New York Times also gave us a review, but nothing happened. We still had no book orders right through the summer of 1913. All attempts to get a national magazine to print piece about Alcoholics Anonymous failed. Then one day Morgan, our Irishman, came up with an idea. He said, I used to be in the advertisement businessman and had a good deal to do with the radio. I know Gabriel Heather very well, and I am sure he would give us a hand. So off he went to see Heather, and soon he was back, all smiles. Sure thing, he said. Gabriel is going to give us a lift. In those days, Mr. Heather was on a national network with a program called We the People.
consisting of 3 minutes interview. So our story appealed to his tones. He planned to interview Morgan, quickly sketching his face and eyes, and then to release it from his some facts about AA and to put in a plug for the book. This was, we thought, was simply great and on a national hookup too. പുസ്തകത്തിന് അനക്കമുണ്ടാകാൻ എന്തെങ്കിലും പരസ്യം ചെയ്യണമെന്നുള്ളത് വ്യക്തമായിരുന്നു. ഞങ്ങൾ മാസികകളുടെ പിന്നാലെ പോയി. ഫലമുണ്ടായില്ല. ഇത്തരം ശ്രമങ്ങൾക്കിടയിൽ കോൺവാൾ പ്രസിൽ നിന്ന് വിവരം ലഭിച്ചു. പുസ്തകം പ്രിന്റിങ്ങിന് റെഡിയായിരിക്കുന്നു. ഇത് 1939 ഏപ്രിൽ മാസത്തിലായിരുന്നു. നമുക്ക് ഇന്ന് അറിയാവുന്നതുപോലെ റീഡേഴ്സ് ഡൈജസ്റ്റിനോളം ഉദാരമായി നമ്മളോട് വർഷങ്ങളായി സമീപിക്കുന്ന മറ്റൊരു പ്രസാധകരുമില്ല. എയെ പറ്റി ധാരാളം ലേഖനങ്ങൾ എഴുതുകയും വ്യക്തമായി സൂചിപ്പിക്കുകയും മറ്റു ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്തു. യശശരീരനായ ഫുക്കിട്ടൻ ഓസ്ലർ ഡൈജസ്റ്റിന്റെ സീനിയർ എഡിറ്ററും ആൽക്കോളിക്സ് അനോണിമസിന്റെ ട്രസ്റ്റിയുമായിരുന്നു. ഹെൻറി തകർന്നുപോയി. അദ്ദേഹം ജോലി ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. നിഷ്ഫലമായ ഒരു പുസ്തകത്തിന്റെ ഓഹരി വേതനമായി സ്വീകരിച്ച് റൂത്ത് വീട്ടിൽ കഴിയുന്നു. അവൾ ഇത് ഉത്സാഹപൂർവ്വം സ്വീകരിക്കുകയും അവളുടെ പ്രയത്നത്തിൽ വീഴ്ച വരുത്താതിരിക്കുകയും ചെയ്തു. ഉപജീവനത്തിനായി ഞങ്ങളെല്ലാം കടക്കണിയിലാകാൻ പോകുന്നു. അവളത് വീഴ്ച വരുത്താതിരിക്കാനും ചെയ്തു. ഉപജീവനത്തിനായാണ് അവൾ അത് ചെയ്തത്. ഞങ്ങളെല്ലാം കടക്കണിയിലാകാൻ പോകുന്നു. മാർച്ച് ആദ്യം 182 ക്ലിന്റൺ സ്ട്രീറ്റിൽ പുതിയ വിനാശം വന്നു പതിച്ചു. മരിക്കുന്നതിന് മുമ്പ് അവളുടെ മാതാപിതാക്കൾ, ലൂയിസിന്റെ മാതാപിതാക്കളുടേതായിരുന്ന ഒരു വീട്ടിലാണ് ഞാനും ലൂയിസും താമസിച്ചിരുന്നത്. ബാങ്ക് അത് ഏറ്റെടുത്ത് ചെറിയൊരു വാടകയ്ക്ക് ഞങ്ങൾക്ക് തന്നിരിക്കുകയായിരുന്നു. പണയം വലിയ തുകയുള്ളതിനാൽ ബാങ്കിന് അത് വിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് വർഷങ്ങളായി ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ സാധിച്ചത്. അവർക്കിപ്പോൾ ഒരു ഉപഭോക്താവിനെ കിട്ടിയിരിക്കുന്നു. ഈ വീട് വാങ്ങാനായി ഞങ്ങൾ പുറത്തു പോകേണ്ടതുണ്ട്. ഇഷ്ടിക കൊണ്ട് പണിത 4 നില കെട്ടിടത്തിൽ നിന്ന് ഫർണിച്ചറുള്ള ഒരു വാനിലേക്ക് മാറ്റി. വാടക വെയർഹൗസുകാർ തന്നെ നൽകേണ്ടി വന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വിലപ്പെട്ട ആസ്തികളെല്ലാം വെയർഹൗസുകാരന്റെ കസ്റ്റഡിയിലായി. 2 വർഷത്തേക്ക് അയാൾ അത് സൂക്ഷിക്കും. ഞങ്ങൾ എവിടെ പോകും? സുഹൃത്തുക്കൾ വട്ടം കൂടി ഫൗണ്ടേഷനിൽ ആദ്യം ഉണ്ടായിരുന്ന ചെറിയൊരു തുക ലൂയിസിന്റെ വീടുമാറ്റ ഫണ്ട് എന്ന നിലയിൽ സ്വരൂപിച്ചു. ചുറ്റുപാടുമുള്ള കുടുംബങ്ങൾ ചെറിയ തുകകൾ നൽകി. അത് തീർച്ചയായും ചെറിയ തുകകൾ മാത്രമായിരുന്നു. കാരണം എല്ലാവരും തകർന്നിരിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് എനിക്കും ലൂയിസിനും മാസത്തിൽ $50 വീതം ട്രസ്റ്റിമാർ തരികയും ചെയ്തു. ഒരു പുതിയ അംഗം സി ജാക്ക് ഒരു കേടായ ലിങ്കൺ ഓട്ടോമൊബൈൽ എനിക്ക് കടമായി തന്നു വണ്ടി ഓടിക്കാനായി. പക്ഷെ ഞങ്ങൾ എവിടെ താമസിക്കും? ഹോവാർഡും അവന്റെ അമ്മയും ചേർന്ന് ഞങ്ങൾക്കായി ഒരു ഉത്തരം കണ്ടെത്തി. വെസ്റ്റേൺ ന്യൂജേഴ്സിയിൽ അകലെ തടാകക്കരയിൽ അവർക്കൊരു സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു. നവംബറിൽ മഞ്ഞ് വീഴുന്നത് വരെ ഞങ്ങൾ അവിടെ താമസിച്ചു. ഈ ഇടവേളകളിൽ കടത്തിലായിരിക്കുന്നു. നമ്മുടെ പുസ്തക പ്രസ്ഥാനം ഒന്ന് വിലയിരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ആൽക്കോളിക്സ് അനോണിമസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ അദ്ദേഹം ഏറ്റിരുന്നത് പോലെ ഡോക്ടർ ഫോസ്റ്റിക് പുസ്തക നിരൂപണം നടത്തി. അദ്ദേഹത്തിന്റെ നിരൂപണങ്ങൾ മതപരമായ പ്രസിദ്ധീകരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടെങ്കിലും പുസ്തകത്തിന്റെ ഓർഡറുകളുമായി ബന്ധപ്പെട്ട് വിൽപ്പനയ്ക്കായി ഒരു മെച്ചവും ഉണ്ടാക്കിയില്ല. ന്യൂയോർക്ക് ടൈംസ് ഒരു നിരൂപണം നടത്തിയപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. പക്ഷേ അതിലും കച്ചവടമൊന്നും വന്നില്ല. ഒരു പുസ്തകത്തിന് ഓർഡർ ലഭിച്ചില്ല. 1939 വേനൽക്കാലം അത്രയും ഒരു ദേശീയ പ്രസിദ്ധീകരണത്തിൽ ആൽക്കോളിക്സ് അനോണിമസിനെ കുറിച്ച് ഒരു നിരൂപണം പ്രസിദ്ധീകരിക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചില്ല. ഒരു ദിവസം നമ്മുടെ ഐറിഷുകാരൻ മോർഗൻ ഒരാശയവുമായി ഞങ്ങളുടെ അടുത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പരസ്യ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. റേഡിയോയിൽ നല്ല പരിപാടിയുണ്ട്. ഗബ്രിയേൽ ഹീറ്ററെ എനിക്ക് നന്നായി അറിയാം. അദ്ദേഹം സഹായിക്കാതിരിക്കില്ല. അങ്ങനെ അദ്ദേഹം ഹീദറെ കാണാൻ പോയി. നല്ല പുഞ്ചിരിയുമായി മടങ്ങി വന്നു. തീർച്ചയായും അദ്ദേഹം പറഞ്ഞു, ഗബ്രിയേൽ നമ്മെ സഹായിക്കും. ആ കാലത്ത് 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നാം ജനങ്ങൾ എന്ന ദേശീയ പരിപാടിയുടെ നടത്തിപ്പുകാരനായിരുന്നു ഗബ്രിയേൽ ഹീദർ. നമ്മുടെ കഥ പെട്ടെന്ന് അദ്ദേഹത്തെ സ്പർശിച്ചു. അദ്ദേഹം മോർഗനെ വിളിച്ച് ഇന്റർവ്യൂ നടത്തി. മോർഗന്റെ പതനവും ഉയർച്ചയും രേഖപ്പെടുത്തി. കുറിച്ച് വെളിപ്പെടുത്തുകയും അതുവഴി പുസ്തകത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതൊരു വലിയ കാര്യമായി കരുതുകയും ദേശീയ തലത്തിൽ പ്രചാരം ലഭിക്കുമെന്നും ഞങ്ങൾ കരുതി. ഹെൻറിയുടെ പ്രചരണ തന്ത്രം പെട്ടെന്ന് നവീകരിക്കപ്പെട്ടു. പ്രക്ഷേപണത്തോടനുബന്ധിച്ച് മിസിസിപ്പി നദിക്ക് കിഴക്കുള്ള ഡോക്ടർമാർക്കെല്ലാം ഹെൻറി പോസ്റ്റ് കാർഡുകൾ അയച്ചു. ഏകദേശം 20,000 കാർഡുകൾ ഹീറ്ററുടെ പ്രഭാഷണം കേൾക്കാൻ ഡോക്ടർമാരെ പ്രേരിപ്പിക്കുമെന്ന് വിശ്വസിച്ച് അദ്ദേഹം അയച്ചു. അവർ ആൽക്കോളിക്സ് അനോണിമസ് എന്ന പുസ്തകം വാങ്ങും. മധ്യസ്ഥതയ്ക്ക് മറുമരുന്ന് നമ്മൾ കണ്ടിരിക്കുന്നു. അതിശയകരമായ ഒരു പുതിയൊരു ആശയം തോന്നി. ഞങ്ങൾക്ക് വേണ്ടത് പണമാണ്. ഞങ്ങളുടെ ഇടയിൽ ചില പുതിയ അംഗങ്ങൾ പ്രതിഷ്ഠപ്പെട്ടു. വിലപ്പെട്ടവർ പ്രസിദ്ധീകരണ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റുമായി ഹെൻറി അവരുടെ പിന്നാലെ കൂടി. അവർക്ക് ഓഹരികളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അവിശ്വസനീയവിധം $500 പിഴിഞ്ഞെടുത്തു. ഐക്യനാടുകളിലും കിഴക്ക് ഭാഗത്തുള്ള മുഴുവൻ ഡോക്ടർമാരുടെ ഒരു ലിസ്റ്റ് ഒരു ഏജൻസി വഴി സംഘടിപ്പിച്ചു. അങ്ങനെയാണ് പോസ്റ്റ് കാർഡ് പദ്ധതി ആസൂത്രണം ചെയ്തത്. ചുരുങ്ങിയത് 1000 പുസ്തകമെങ്കിലും ചെലവാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു.
Gabriel Heater, meanwhile, had set a date for Morgan's appearance before his microphone. It was only a week away, and we were very excited with some of the past fiscos in mind. Someday sounded a note of cautious. Note of cautious. Note of caution. What if the lately released asylum inmate Morgan should be drunk the day of the broadcast? Hard experience told us this was a real possibility. How could such a calamity is averted? അതേസമയം ഗബ്രിയൽ ഹീറ്റർ മോർഗനെ മൈക്കിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഡേറ്റ് തന്നു. ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി. ഞങ്ങൾ ആകാംക്ഷഭരിതരായി. പഴയ ചില മോശാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങളിൽ ആരോ ഒരു മുന്നറിയിപ്പുമായി തന്നു. ആതുരാലയത്തിൽ നിന്ന് അടുത്ത കാലത്തിറങ്ങിയ മോർഗൻ പ്രക്ഷേപണ ദിവസം തന്നെ കുടിച്ചു പോയാലോ? കടുത്ത അനുഭവങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. ഇത് ശരിയാണ്. അത്തരമൊരു ദുരന്തം എങ്ങനെ ഒഴിവാക്കാം? Very gently, we suggested to a resentful Morgan that he would have to be locked up somewhere until the night of the broadcast. It took all of salesman Henry's wiles to put this one over, but he did. How and where we would lock him up was the only remaining question. Henry, with the full faith now restored, solemnly declared that God would provide. He recalled that one of the prosperous newcomers had membership in the downtown athletic club. If we paid the charge, could we double room be arranged? Grumbling loudly, Morgan was condoled into capacity. For several days, we took turns staying with him right around the clock, never letting him get out of our sight. The postal card showered. പ്രക്ഷേപണത്തിന്റെ അന്ന് രാത്രി വരെ മോർഗനെ എവിടെയെങ്കിലും തടവിലാക്കണമെന്ന് വളരെ സൗമ്യമായ നീരസത്തിലായിരിക്കുന്ന മോർഗനോട് ഞങ്ങൾ പറഞ്ഞു. ഹെൻറി തന്റെ വിൽപ്പനയുടെ എല്ലാ കപടതന്ത്രങ്ങളും പുറത്തെടുത്തു. അയാൾ അത് ചെയ്തു. എവിടെ, എങ്ങനെ, അത്രമാത്രമായിരുന്നു ചോദ്യം. ഹെൻറിക്ക് ആ വിശ്വാസം തിരിച്ചു കിട്ടിയിരിക്കുന്നു. അദ്ദേഹം പ്രഖ്യാപിച്ചു, നമുക്ക് ആ സ്ഥലം, അവനെ പൂട്ടാനുള്ള സ്ഥലം ദൈവം ലഭ്യമാക്കും. ഹെൻറി പെട്ടെന്ന് ഓർത്തെടുത്തു. നമ്മുടെ ഒരു നല്ല പുതിയ രംഗത്തിന് ഡൗൺ ടൗണിൽ സ്പോർട്സ് ക്ലബിൽ ഒരു അംഗത്വമുണ്ട്. പണം നൽകിയാൽ ഒരു ഡബിൾ റൂം നമുക്ക് തരപ്പെടുത്താം. മോർഗൻ മുറുമുറുത്തുകൊണ്ട് തടവിലായി. അനേക നാളുകൾ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് മറയാത്ത വിധം ഞങ്ങൾ മാറി മാറി മോർഗന് വേണ്ടി കാവൽ നിന്നു. The postal card shower of the doctors was on its way, and all was ready. Why had we not thought of radio before? This would be only a starter. Once more, talk was heard of books, sales in carload slots. An hour before broadcast time, our whole membership and their families gathered about their radios to wait for the great moment. Sure enough, Gabriel spoke up right on the dot. Sighs of relief went upon every New York member's home when Morgan's voice was heard. He had hit the deadline without getting drunk. It was heartstring 3 minutes. Gabriel Heater was so to that, and he was well assisted by Morgan, who was no slouch as a radio man. We figured that the impact on America would be terrific, especially on the doctors who had already got over 20,000 postal cards. 20,000 postal cards within 3 days. We figured that the postal office box 658 Church Street, Annex, New York City would be flooded with the pleas for help and books or days. പോസ്റ്റൽ കാർഡുകൾ ഡോക്ടർമാരിലേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. എല്ലാം ശരിയായിരിക്കുന്നു. ഈ റേഡിയോയുടെ കാര്യം നേരത്തെ തോന്നാതിരുന്നത് എന്താണ്? ഇതൊരു തുടക്കം മാത്രമാകും. പുസ്തകം ലോഡ് കണക്കിന് വിറ്റഴിയുന്ന കാര്യം പറഞ്ഞു തുടങ്ങി. പ്രക്ഷേപണത്തിന് 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മുടെ മുഴുവൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും റേഡിയോയുടെ മുമ്പിൽ നിരന്നു കഴിഞ്ഞു. മോർഗന്റെ ശബ്ദം കേട്ടപ്പോൾ ഓരോ ന്യൂയോർക്ക് അംഗത്തിന്റെ വീടുകളിൽ വലിയ ആശ്വാസം തോന്നി. അദ്ദേഹം കുടിക്കാതെ സമയപരിധി കാത്തു സൂക്ഷിച്ചു. ഹൃദയസ്പർശിയായ 3 മിനിറ്റുകളായിരുന്നു അത്. മോർഗൻ ഗബ്രിയൽ ഹീറ്ററെ നന്നായി സഹായിച്ചു. ഒരു പ്രക്ഷേപകൻ എന്ന നിലയിൽ പരിങ്ങലൊന്നും കാട്ടിയില്ല. ഇത് അമേരിക്കയിൽ വലിയ പ്രതികരണം ഉളവാക്കും. പ്രത്യേകിച്ച് 2000 കത്തുകൾ ഡോക്ടർമാർക്ക് ലഭിക്കുന്ന സാഹചര്യത്തിൽ 3 ദിവസത്തിനുള്ളിൽ ചർച്ച് സ്ട്രീറ്റ് അനക്സിലെ ന്യൂയോർക്കിലെ 658 നമ്പർ പോസ്റ്റ് ബോക്സ് സഹായങ്ങളുടെയും പുസ്തകങ്ങളുടെ ഓർഡറുകളുടെയും ഒരു പ്രളയം തന്നെ ഉണ്ടാകും. ഞങ്ങൾ കണക്കുകൂട്ടി. By a great effort of self-restraint, we kept away for 3 whole days. Then we marched up the steps of the post office and headed straight for our box, each of us armed with a couple of suitcases to bring home some part of the first great influx. Peering through
the glass. We were stunned to see less than a handful of postcards. Henry, the optimist, railed to exclaim, "Think nothing of it, folks. They just couldn't get them into the box. I'll bet they have got a whole mailing bag full out back." The mail clerk handed us exactly 12 cards. Henry said to the clerk, "There must be a lot more." "Where are they?" And the clerk replied, "This is all there is, sir. Sick clear through." We looked through the 12 replies. Some ribbed us unmercifully. Others, evidently inscribed by medics in their cups, were totally illegible. The two remaining cards were orders for the book, Alcoholism Anonymous. Radio as a medium lost considerable stature in our eyes, and another 500 had gone down the drain. ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് 3 ദിവസം വരെ കാത്തിരുന്നു. പിന്നീട് ഞങ്ങൾ നേരെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് ബോക്സിനടുത്തേക്ക് നടന്നു. ഞങ്ങൾ കൈകളിൽ ധാരാളം സൂട്ട് കേസുകൾ കരുതിയിരുന്നു. മലവെള്ളം പോലെ വന്നു ചേരാനിടയുള്ള കത്തുകൾ സുരക്ഷിതമായി വീടുകളിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ലെറ്റർ ബോക്സിന്റെ ചില്ലുകൾക്കിടയിലൂടെ കണ്ടു ഏതാനും കത്തുകൾ മാത്രം. ശുഭാപ്തി വിശ്വാസിയായ ഹെൻറി വിളിച്ചു പറഞ്ഞു, "അത് സാരമാക്കണ്ട. അവർക്കത് പെട്ടിയിലാക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും. എനിക്കുറപ്പുണ്ട് ഒരു മെയിൽ ബാഗ് നിറയെ സാധനം ഉണ്ടാകും." മെയിൽ ക്ലർക്ക് ഞങ്ങൾക്കായി കൃത്യം 12 കത്തുകൾ നൽകി. ഹെൻറി അദ്ദേഹത്തോട് ചോദിച്ചു, "ഇതൊന്നും പോരാ, മറ്റുള്ള കത്തുകൾ എവിടെ?" ക്ലാർക്ക് മറുപടി പറഞ്ഞു, "ഇത് മാത്രമേ ഉള്ളൂ സാർ." ഞങ്ങൾ 12 കത്തുകൾ പരിശോധിച്ചു. പലതും ഞങ്ങളെ ഹൃദയം കളിയാക്കിയതുപോലെ തോന്നിച്ചു. മറ്റുള്ളവ ഡോക്ടറുടെ കുറിപ്പട പോലെ വ്യക്തമായിരുന്നില്ല. ശേഷിച്ച 2 ആൽക്കോഹോളിക്സ് അനോണിമസ് എന്ന പുസ്തകത്തിനുള്ള ഓർഡറുകളായിരുന്നു. ഒരു മാധ്യമം എന്ന നിലയിൽ റേഡിയോ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ വേണ്ടത്ര അനുയോജ്യമല്ലെന്ന് മനസ്സിലാക്കുകയും മറ്റൊരു $500 നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. $500 നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. A few days later, our landlord in Newark got really tough. The sheriff appeared with an evictions notice. So in a nearby office building, we found a tiny room, barely big enough to contain Henry's large desk, his overstuffed chair, a couple of file cases, and Ruth and her typewriter. 4 callers, whether there was standing room only. Somehow we made a small down payment on the rent, wondering how many months it would be before the sheriff showed up once more. ഏതാനും ദിവസങ്ങൾക്ക് അകം ഞങ്ങളുടെ കെട്ടിട ഉടമ വളരെ പരുക്കനായി പെരുമാറാൻ തുടങ്ങി. ഞങ്ങൾ ഒഴിപ്പിക്കാനായി ഓർഡറുമായി പോലീസുകാരെ രംഗത്തെത്തി. ഹെൻറിയുടെ വലിയ മേശയും കസേരയും ഇടാൻ മാത്രം വലിപ്പമുള്ള ഒരു കൊച്ചുമുറിയിലേക്ക് ഞങ്ങൾ മാറേണ്ടി വന്നു. ടൈപ്പ് റൈറ്ററുമായി റൂത്തും ഞങ്ങളോടൊപ്പം വന്നു. വരുന്നവർക്ക് നിൽക്കാൻ മാത്രം സൗകര്യം ഉള്ള ചെറിയൊരു തുക അതിന് വാടകയായി ഞങ്ങൾ നൽകുകയും ചെയ്തു. ഷെറിഫ് വീണ്ടും വരുമെന്നോർത്ത് ഞങ്ങൾ അവിടെ കഴിഞ്ഞുകൂടി. ഷെറിഫ് പോലീസുകാരൻ. Howard's summer camp, facing the untroubled waters of the lake, was a wonderful place to relax and recoup. Besides, we had $50 a month, had a car to get around in. But what would happen when winter came? Louise began to wonder if she would not have kept her department store job. When prospectus for the book had looked the brightest, I had persuaded her to liquid. There was now nothing left but to press on. Somehow that book project must be revived. I confess we often reflected that after nearly 4 years of my sobriety, we had no prospect of any income or the certainty of any place to live. By July, Henry had found himself a job, and so the revival of the book project was left pretty much up to Ruth and me. She was still on a theoretical salary of $25 a week, but that now consisted of a weekly ration of one works publishing stock certificates per $25. Not a cent of cash could we give her. It wasn't until the following October that we could pay her anything. One day in July, I went into New York City, where I visited Mrs. Charlestown. As in the case of Mr. Blackwell of Cornwall Press, we owed Charlie's plenty of money, but both men had cheerfully gone along. As I stepped up off the elevator onto the hospital roof garden,
Charlie greeted me with a broad smile. He had been racing heaven and earth to get publicity for us and had succeeded. He had known Maurice Marquis, a well-known feature writer, 4 years intrigued with the story of a Mr. Marquis had approached Fulton Orsler, then editor of Liberty magazine, that great editor, writer, and friend to be had instantly seen the possibilities and had commissioned Maurice Marquis to do peace. So inquired Charlie, when can you go to work with Morris? To our great delight, Morris soon hammered out an article with he titled Alcoholics and God. It was to appear in the September issue of Liberty. This time we really hoped and believed that we had turned the corner, and indeed we hid. Indeed, we had, but it would be October before we could get the book orders as a result of the coming peace. What were we to do for money meanwhile? The rent would have to be paid and something ought to be done for Messrs. Blackwell Towns and certain other cutters. We simply had to find at least $1,000. തടാകത്തിലെ നിശ്ചല ജലത്തിന് അഭിമുഖമായി ഹോവാർഡിന്റെ ക്യാമ്പ് ഉല്ലാസത്തിനും ആരോഗ്യം വീണ്ടെടുക്കാനും പറ്റിയ സ്ഥലം തന്നെയായിരുന്നു. ഞങ്ങൾക്ക് മാസം $50 ലഭിക്കുന്നുണ്ടായിരുന്നു. ചുറ്റിക്കറങ്ങാനായി ഒരു കാറും കയ്യിലുണ്ട്. പക്ഷെ ശൈത്യകാലത്ത് എന്ത് ചെയ്യും? ലൂയിസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ജോലി ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിച്ചു തുടങ്ങി. പുസ്തകം വാങ്ങാൻ ആരെങ്കിലും എത്തുമ്പോൾ ഞാൻ അവളെ നിർബന്ധിച്ചു ജോലി ഉപേക്ഷിക്കാൻ. ഒന്നും ശേഷിച്ചിരുന്നില്ല, വെറുതെ തുടരുക തന്നെ. ഞാൻ എൻ്റെ പുസ്തക പദ്ധതി അവലോകനം ചെയ്തു. 4 വർഷത്തെ സുബോധത്തിന് ശേഷവും എന്തെങ്കിലും നേട്ടമോ വരുമാനമോ താമസിക്കാനോ ഒരിടമോ എനിക്കില്ല. ജൂലൈ മാസത്തിൽ ഹെൻറിക്ക് ഒരു ജോലി ലഭിച്ചു. പുസ്തകത്തിന്റെ ഇടപാട് എന്നെയും റൂത്തിനെയും അവൻ ഏൽപ്പിച്ചു. റൂത്തിന് തത്വത്തിൽ ആഴ്ചയിൽ $25 ശമ്പളമുണ്ട്. പക്ഷെ അവർക്ക് ലഭിക്കുന്ന പുസ്തകത്തിന്റെ $25 ഓഹരികൾ മാത്രമാണ്. ഒക്ടോബർ മാസം വരെ ഒരു പൈസ പോലും അവൾക്ക് കൊടുക്കാനായില്ല. ജൂലൈ മാസത്തിൽ ഞാൻ ന്യൂയോർക്കിൽ പോയി. മിസ്റ്റർ ചാൾസ് ബി ടൗൺസിനെ കണ്ടു. കോൺവാൾ പ്രസിലെ മിസ്റ്റർ ബ്ലാക്ക്വെല്ലിന് ചാർലിയുടെ വകയിൽ ഞങ്ങൾ ധാരാളം പണം നൽകാനുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും സംതൃപ്തരായിരുന്നു. എലിവേറ്ററിൽ എന്നെ കണ്ടപ്പോൾ ചാർലി വിശാലമായി പുഞ്ചിരിച്ചു. ഞങ്ങൾക്കുള്ള പരസ്യത്തിനായി അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മേരിസ് മാർക്കിയെ അറിയാമായിരുന്നു. അദ്ദേഹം വർഷങ്ങളായി അറിയപ്പെടുന്ന ഒരു ഫീച്ചർ എഴുത്തുകാരനായിരുന്നു. എയുടെ കഥയിൽ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് മിസ്റ്റർ മാർക്കി ലിബർട്ടി മാഗസിൻ എഡിറ്ററായ ഫുൾട്ടൺ ഓസ്ലറെ സമീപിച്ചു. വലിയ എഡിറ്ററും എഴുത്തുകാരനും എയുടെ ഇനി ഭാവിയിൽ സുഹൃത്താകാനിരിക്കുന്ന ആളുമായ അദ്ദേഹം മോറിസ് മാർക്കിയെ അത്തരമൊരു ഫീച്ചർ എഴുതാൻ ഏൽപ്പിച്ചു. ചാർലി ചോദിച്ചു, മാർക്കിയുമായി ചേർന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാർക്കി ഒരു ലേഖനം എടുത്തുകാട്ടി. മദ്യാസക്തരും ദൈവവും. സെപ്റ്റംബർ ലക്കത്തിൽ അത് പ്രസിദ്ധീകരിക്കാനിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കും പ്രതീക്ഷിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കഷ്ടകാലം കഴിഞ്ഞിരിക്കുന്നു, തീർച്ചയായും കഴിഞ്ഞിരിക്കുന്നു. To our great delight, ഒരു സെക്കൻഡ്. വരാനിരിക്കുന്ന ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബറിലെ ഞങ്ങൾക്ക് പുസ്തകത്തിന് ഓർഡർ ലഭിക്കുകയുള്ളൂ. അതേസമയം പണത്തിനായി ഞങ്ങൾ എന്ത് ചെയ്യും? വാടക കൊടുക്കണം, മെമ്പേഴ്സുമാരെ കൈകാര്യം ചെയ്യണം. ബ്ലാക്ക്വെൽ, ചാർലി, മറ്റു ചില ആളുകൾക്ക് കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ന്യൂയോർക്കിലെ നമ്മുടെ ഏക്കാരുടെ ഇടയിൽ ബട്ടി എന്നയാൾക്ക് 5th അവന്യൂവിൽ പാരമ്പര്യമായി ലഭിച്ച ഒരു തുന്നൽക്കട ഉണ്ടായിരുന്നു. പക്ഷെ ബറ്റിന്റെ കുടികൊണ്ട് ബിസിനസ്സൊക്കെ തകർച്ചയിലെത്തിയിരിക്കുകയായിരുന്നു. ഞാൻ ബെറ്റിനെ വിളിപ്പിച്ച് ആവശ്യം അറിയിച്ചു. ലിബർട്ടി മാസികയിൽ ലേഖനം വരുന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്കും ഹെൻറിക്കും റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നല്ലോ. അതിരിക്കട്ടെ, എനിക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് നോക്കാം. ബെറ്റിന് സമ്പന്നരായ ചില ഇടപാടുകാരും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മിസ്റ്റർ ജി എന്ന് വിളിക്കപ്പെടുന്ന ഒരാളെ തിരഞ്ഞെടുത്തു. ബെറ്റ് പറഞ്ഞു, നമ്മെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണിത്. മദ്യാസക്തി പ്രശ്നത്തിൽ അതീവ തൽപരനാണ്. പക്ഷെ അദ്ദേഹം ഭയങ്കര മദ്യവിരുദ്ധനാണ്. അത്തരമൊരു കുരിശു യുദ്ധക്കാരനിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതിൽ ഞാൻ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ബെറ്റ് പറഞ്ഞു, ശ്രദ്ധിക്കൂ, ഇത് വരട്ട് ന്യായം പറയേണ്ട സമയമല്ല. $1000 ലഭിക്കുന്ന ആരിൽ നിന്നും അത് സ്വീകരിക്കണം. വളരെ അകലെ നിന്ന് ബെറ്റ്ജിയോട് ഒരു സംഭാവനയാണ് ചോദിച്ചത്. ബെറ്റിന് ഉറപ്പില്ലായിരുന്നു. പിന്നീട് ബെറ്റ് പുസ്തകം പ്രസിദ്ധീകരണത്തെക്കുറിച്ച് പറഞ്ഞു. പുസ്തകത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്, പക്ഷെ പണമില്ല. Our great delight, Morris soon hammered out an article which he titled Alcoholics and God. It was to appear in the September issue of Liberty. This time was
We really hoped and believed that we had turned the corner and did as we had. ലിബർട്ടി ലേഖനം എന്തായാലും പുസ്തകത്തിന് കുറെ ഓർഡറുകൾ നേടിത്തരും. മിസ്റ്റർ ജി ഇപ്പോഴും സംശയാലുവാണ്. മിസ്റ്റർ ജിയോട് പുസ്തകം കമ്പനിക്ക് ഒരു വായ്പ നൽകാൻ ബെറ്റ് ആവശ്യപ്പെട്ടു. കമ്പനിക്ക് അമൂല്യമായ പുസ്തക ശേഖരങ്ങളുണ്ട്. പുസ്തക കമ്പനിയുടെ യഥാർത്ഥ നില മനസ്സിലായപ്പോൾ മിസ്റ്റർ ജി തീർത്തും നിരസിച്ചു കളഞ്ഞു. ബെറ്റ് ഒരിക്കൽ കൂടി ചോദിച്ചു, ഞാൻ സാക്ഷ്യപ്പെടുത്തി ജാമ്യം നിന്നാൽ പൈസ കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് പ്രോമിസറി നോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുസ്തക കമ്പനിക്ക് $1000 നൽകിക്കൂടെ? ഫിഫ്ത്ത് അവന്യൂവിൽ എനിക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട്. But it would be October before we could get book orders as a result of the coming peace. What were we do for money meanwhile? The rent would have to be paid and sometimes ought to be done for Messrs. Blackwell, Towns and certain other creditors. We simply had to find at least $1,000. അപ്പോൾ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയാൽ ഞാൻ തീർച്ചയായും സ്വീകരിക്കാം. നിങ്ങൾ അത് ഒപ്പിട്ട് അയച്ചാൽ ഞാൻ പണം അയക്കുന്നതാണ്. ഇത് ശരിക്കും ദൈവം അയച്ചതാണ്. 1939 അവസാനം വരെ പുസ്തക കമ്പനിയെ നിലനിർത്താൻ ഇത് സഹായിച്ചു. യഥാർത്ഥത്തിൽ പാപ്പരായ തന്റെ കമ്പനിയെ പണം വെച്ച് ബെറ്റ് ആൽക്കോളിസം അനോണിമസ് എന്ന പുസ്തകത്തെ രക്ഷിച്ചു. വാസ്തവത്തിൽ സഹായിച്ച സുഹൃത്താണ് ബെറ്റ്. One of our New York AS Bet T had a fashionable tailoring shop on Fifth Avenue, which he had inherited from his father. But Bet's drinking had pretty nearly demolished and business, and it was still going downhill. I found Bet and told him what we needed. When I said that Liberty and surely print a piece of September, he said, "Are you really sure this time? After all, you and Henry were so fully sure about the Reader's Digest piece. But come on down. Maybe I can do something." Bet's clothing clients, including many wealthy customers, scanning the list, he chose one whom we shall call Mr. G. Bet said, "Now here is a man who knows all about us. He is extremely interested in the alcohol problem, though I must admit it is on the dry side of the argument." When I expressed doubt about accepting help from a dry crusader, but Riley remarked, "Listen, Bill, this is not time to quibble. We have to go to get $1,000 from anybody who will give it to us." But went to the phone and asked for long distance. At first, he boldly asked Mr. G for contribution. Mr. G was uncertain. The bet told his customer about Works Publishing, which at the moment had a large inventory of books, but a tight little cash. The Liberty piece, however, would bring in plenty of orders. Would Mr. G care to buy some stock? Mr. G was still more dubious. That bet proposed that Mr. G make Works Publishing loan. After all, the company had a large inventory of valuable books. Upon learning the true state of Works Publishing, Mr. G emphatically declined, but tried once more. Mr. G but said, "Would you take the promissory note of Works Publishing for $1,000 if I endorsed it? As you know, I have a fine business right here at Fifth Avenue." "Most recently," said Mr. G, "I will take such a note if you endorse it. Send it right down and I will delighted to send you the money." This was a real godsend, which probably saved the book company, for it kept on going until it late fall in 1939. But had hawked his own business, virtually bankrupt by then, to save the book Alcoholism. This was a friendly indeed. In September 1939, the Liberty Prize hit the newsstand. It was a bit lurid, and we thought the title Alcoholics and God would scare off plenty of prospects. Maybe it did, but several hundred alcoholics and their families were not scared. Liberty magazine received 800 urgent pleas for help, which were promptly turned over to Ruth and me. She wrote fine personal letters to every one of them, enclosing a leaflet which described the AA book. The response was wonderful. Several hundred books sold at once at a full retail price of $3.50. Even more importantly, we struck up a correspondence with alcoholics, their friends, and their families all over the country. Ruth could at last draw a few dollars a week for herself, and all those moving appeals for assistance had made us forget our own troubles. Looking after all those new people by mail and relating them in some cases to such other and in others to the groups in Akron, New York and Cleveland became our chief occupation until early 1940. Shortly after the Liberty article came out, Cleveland's plain dealer ran into great series of pieces was already described. This brought in new book orders and new problems by scores. Alcoholism was on the march out of its infancy into adolescence.
1939 സെപ്റ്റംബറിൽ ലിബർട്ടി ലേഖനം വാർത്താ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അല്പം ആശങ്ക പരത്തിക്കൊണ്ട് തന്നെ. കാരണം ആൽക്കോളിസം ദൈവവും എന്ന പ്രയോഗം നമ്മുടെ അംഗങ്ങൾക്കിടയിലും ഭീതി പരത്തുമെന്ന് ഞങ്ങൾ കരുതി. അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷേ മാസികയ്ക്ക് 800ഓളം സഹായ അപേക്ഷകൾ ലഭിച്ചു. അത് എനിക്കും റൂത്തിനും കൈമാറി. ബുക്കിന്റെ വിവരങ്ങൾ ചേർത്ത് റൂത്ത് അവർക്കെല്ലാം മറുപടി അയച്ചു. പ്രതിഫലനം ആശ്ചര്യകരമായിരുന്നു. $3 തുല്യമായ 100 കണക്കിന് പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞു. അതിലുപരി രാജ്യത്താകമാനമുള്ള മധ്യാസക്തരും അവരുടെ കുടുംബാംഗങ്ങളുമായി ഒരു വിനിമയ ബന്ധം ഞങ്ങൾക്ക് സ്ഥാപിക്കാനായി. സഹായത്തിനുള്ള അപേക്ഷകൾ ഞങ്ങളുടെ വിഷമങ്ങൾ മറക്കാൻ ഞങ്ങളെ സഹായിച്ചു. പുതിയ ആളുമായി മെയിലിൽ പരസ്പരം ബന്ധപ്പെടുകയും അതോടൊപ്പം തന്നെ അക്രോണിലെയും ന്യൂയോർക്കിലെയും ക്ലീവ്ലാൻഡിലെയും ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടുകയും ഒക്കെ തന്നെയായിരുന്നു ആ കാലത്ത്. 1940 അവസാനം വരെ ഞങ്ങളുടെ തൊഴിൽ ലിബർട്ടി മഗസിൻ ലേഖനത്തിന് തൊട്ടു പിന്നാലെ ക്ലീവ്ലാൻഡ് അത് തന്നെയായിരുന്നു ഞങ്ങളുടെ തൊഴിൽ. ലിബർട്ടി മഗസിനിൽ ലേഖനത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ ക്ലീവ്ലാൻഡ് പ്ലെയിനിൽ തുടർച്ചയായ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഇതിനെ തുടർന്ന് പുസ്തകത്തിന് പുതിയ ഓർഡറുകൾ ലഭിക്കുകയും ധാരാളം പ്രശ്നങ്ങൾ പൊന്തി വരികയും ചെയ്തു. ആൽക്കോളിസം ശൈശവം വിട്ട് കൗമാരത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. പുതിയ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ശൈശവം വിട്ട് കൗമാരത്തിലേക്ക് നടന്നു നീങ്ങുന്നു. As noted earlier, Lewis and I moved to the home of Bob and Mac in Muncie, New York. Muncie, New York, to spend the winter of 1939 and the early spring of 1940. A little after this, we moved on a friend's apartment in New York City, then briefly to a room in Greenwich Village, and finally to AI's first clubhouse, the old 24th, where we remained until the spring of 1941. The contributors of the Lewis W. Home Replacement Fund kept up their good works. Thus we were comfortable enough, and our happiness grew as we watched AA unfold. One sad incident marred the early spring of 1940. Not knowing where any of us might live in the future, we had chosen Box 658 at one of New York's downtown post office as the most central point of the whole metropolitan area, Long Island and New Jersey included. It now seemed right for us to establish small office near the box, backed by the book stockholders under the by Ruth. I made this proposal. Henry, whose job took him into Western New Jersey, objected violently. He wanted to take the book business, and Ruth, wherever he went, his job was not going too well, and he has on that we nowadays call a dry bender. The more we insisted, the more adamant and violent he became. He was heavily beset with other problems too. At length, he broke down completely and went on a terrific bender. After 4 years of sobriety, he never again showed any real sign of recovery, and he went on drinking until his death recently. Considering what he had done for the book and the further fact that he was one of our first New York members, this was hard to take. My own sponsor, Abby, also continued his drinking and had shown us a desire to stop. Our whole group shivered, and we asked ourselves if stalwarts like this can relapse, what is going to become of the rest of us? Actually, though, the effect was to make each of one of us our vigilant. So no wave of slips followed in the wake of poor Henry's collapse. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ഞാനും ലൂയിസും ന്യൂയോർക്കിലുള്ള മോൻസിയയിലെ ബോബിന്റെയും മാഗിന്റെയും വീട്ടിലേക്ക് താമസം മാറ്റി. 1939 ശീതകാലവും 1940 വസന്തകാല ആരംഭം വരെയും ഞങ്ങൾ അവിടെ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിലും സുഹൃത്തിന്റെ ഫ്ലാറ്റിലേക്ക് മാറി. പിന്നീട് ഗ്രീൻവിച്ച് വില്ലേജിലെ മുറിയിലേക്കും അവസാനം എയുടെ ആദ്യകാല ക്ലബ്ബായ ഓൾഡ് 24ത്തിലേക്കും താമസം മാറ്റി. 1941 വസന്തകാലം വരെ അവിടെ താമസിച്ചു. ലൂയിസിന്റെ വീടുമാറ്റ ഫണ്ടിലേക്കുള്ള സഹായങ്ങൾ നന്നായി ലഭിച്ചു. ഞങ്ങൾക്ക് ആശ്വാസം തോന്നി. ചുരുളഴിഞ്ഞു വരുന്നുണ്ടെന്ന് കണ്ട് ഞങ്ങൾക്ക് സന്തോഷവും. 1940 വസന്തകാലത്ത് ഒരു ദയനീയ സംഭവം ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തി. ഭാവിയിൽ നാമൊക്കെ എവിടെയായിരിക്കുമെന്ന് രൂപമില്ലാത്തതിനാൽ ബോക്സ് നമ്പർ 658 ന്യൂജേഴ്സി ഡൗൺ ടൗണിലെ പോസ്റ്റ് ഓഫീസിലാണ് എല്ലാ കാര്യങ്ങളും വന്നിരുന്നത്. ന്യൂജേഴ്സിയും ലോൺ ഐലൻഡും ഉൾപ്പെടെ ആസ്ഥാന നഗരത്തിന്റെ കേന്ദ്രമായിരുന്നു അത്.
ഈ ബോക്സ് ഓഫിനടുത്ത് ചെറിയൊരു ഓഫീസ് തുടങ്ങുന്നത് നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നി. പുസ്തക ഓഹരി ഉടമകളോടും റൂത്തിനോടും ചേർന്ന് ഞാൻ ഈ നിർദ്ദേശം മുമ്പോട്ട് വെച്ചു. ജോലി സംബന്ധമായി പടിഞ്ഞാറൻ ന്യൂജേഴ്സിലായിരുന്ന ഹെൻറി കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു. പുസ്തക ഇടപാടും റൂത്തും അയാൾ പോകുന്നിടത്തേക്ക് തന്നെ വേണമെന്ന് അയാൾ ശഠിച്ചു. അയാളുടെ ജോലി നല്ല നിലയിലായിരുന്നില്ല. നാം ഈ കാലത്ത് പറയുന്ന തരത്തിൽ ഒരു വരണ്ട കുടിയനായിരുന്നു അയാൾ. അപ്പോൾ ഞങ്ങൾ കൂടുതൽ നിർബന്ധിച്ചപ്പോൾ കൂടുതൽ അക്രമാസക്തനായി. അയാൾക്ക് മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അയാൾ പൂർണ്ണമായും തകർന്നു. 4 വർഷത്തെ സുബോധത്തിന് ശേഷവും അയാൾ ഭയാനകമായ കുടിയിലേക്ക് കടന്നുപോയി. അടുത്ത കാലത്ത് അയാൾ മരിക്കുന്നതുവരെ സുബോധത്തിന്റെ ലക്ഷണങ്ങൾ അയാൾ കാണിച്ചില്ല. പുസ്തകത്തിന്റെയും മറ്റു കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലെ ആദ്യകാല അംഗങ്ങളിൽ ഒരാളായിരുന്നു. ആ കാരണത്താൽ ഇത് ഞങ്ങൾക്ക് കഠിനമായിരുന്നു. എന്റെ സ്പോൺസർ എബിയും കൂടി തുടരുകയും രക്ഷപ്പെടുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെയിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ വിറച്ചു തുടങ്ങി. ഞങ്ങൾ സ്വയം ചോദിക്കാനും തുടങ്ങി, ഇത്തരം കരുത്തന്മാർ വീഴുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഗതി എന്തായിരിക്കും? യഥാർത്ഥത്തിൽ ഇത് ഞങ്ങളെയൊക്കെ കൂടുതൽ ജാഗരൂകരാകാൻ പ്രേരിപ്പിച്ചു. ആ കാരണത്താൽ പാവം ഹെൻറിയുടെ വീഴ്ചയ്ക്ക് ശേഷം ആരും തന്നെ വീണില്ല. Our expansion had been immensely accelerated by the Liberty Peace and the frantic growth to Cleveland. Tiny beginnings had been made in many other towns and cities, which we denoted by placing pins in our office wall map. By early 1940, we could estimate that about 800 recoveries had been made. This number was a big jump from the figure of 100 at the time. The book was published in April of the year before. The book had expressed the hope that someday air travelers would find a group at every destination. That hope had begun to turn into reality. Although the uncertain year of 1913, our non-alcoholic friends of the board of trustees had stayed with us. Another New York AA member, Bill R., had been made a trustee, and Mr. Leroy Chipman, who had been keeping an eye on us all along, now joined up himself and became the foundation's treasurer. Nevertheless, the treasury itself was just as empty as before. In 1940, we saw the establishment of the first clubhouse and the opening of the first rest farm. The New York groupers had been complaining that weekly meetings in a rented parlor at Steinway Hall were not enough. We had to be together more. We needed something home-like, maybe a club. The idea caught on, and two of the elders, Howard and Bert, promptly spotted just the things at 334 half West 24th Street and personally guaranteed that rent. Tomby, another stalwart, did the same thing for the club's light, heat, and telephone. Originally, the club building had been a stable in the backyard of two brick houses. It opened onto the street by a narrow, over alley. Years earlier, the horses and given way to artists who had paneled the place and trimmed it up nicely. The quarter had become too small of the illustrators club, so they moved out and moved in. The lower floor could hold a fair-sized meeting. The upper floor had a recreation room and two tiny bedrooms. One of these was soon to house old Tom, our famous first caretaker, and shortly thereafter, Louis and I moved into the other one to stay for about a year. Our association there with the other like Herb and, Herb and Illa, Bobby and Dick, Vibur and Ruth, Henry and Lillian, and many other will always be unforgettable. Of course, the club promptly had its own peculiar troubles, just as hundreds of others have since had. But like most AA clubs, this first we did us for far more good than harm, especially after we learned that the club had to be on the sidelines and could not be managed by the AA groups as such. The old 24th Street Club witnessed much AA's early history. While in busy operations, it is now a landmark visited by members from all over the world. Similar and far larger clubs were started in Philadelphia and Minneapolis later in 1940. Scores and scores of club rooms and clubhouses now dot our landscape. Some of the more elegant ones, especially those in Texas, have to be seen to be believed. ക്ലീവ്ലാൻഡിലെ വളർച്ചയ്ക്കും ലിബർട്ടി മാസികയിലെ ലേഖനത്തിനുമൊപ്പം
നമ്മുടെ വികാസം ഭീമമായിരുന്നു. മറ്റ് ചില നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും വളർച്ച ഞങ്ങൾ ഓഫീസിലെ മാപ്പിൽ പിന്നുകൊണ്ട് അടയാളപ്പെടുത്തി. 1940കളിലെ തുടക്കത്തിൽ തന്നെ ഏകദേശം 800ഓളം പേർ സുഖം പ്രാപിച്ചതായി ഞങ്ങൾ കണ്ടു. ഇതൊരു വലിയ എടുത്തുചാട്ടമായിരുന്നു. കാരണം 1939 ഏപ്രിൽ മാസത്തിൽ ബിഗ് ബുക്ക് 1939 ഏപ്രിൽ മാസത്തിൽ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ അംഗസംഖ്യ 100ആയിരുന്നു. ഒരു AI സഞ്ചാരിക്ക് ലോകത്ത് എവിടെ ചെന്നാലും അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം എന്ന പ്രതീക്ഷ AI ബുക്ക് ഞങ്ങൾക്ക് നൽകി. ആ പ്രതീക്ഷ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയിരിക്കുന്നു. അനിശ്ചിതത്വം നിറഞ്ഞ 1939 മുഴുവനും മദ്യാസക്തരല്ലാത്ത നമ്മുടെ ട്രസ്റ്റി അംഗങ്ങളായ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ചേർന്ന് നിന്നു. ന്യൂയോർക്കിൽ നിന്നുള്ള മറ്റൊരംഗം ബിൽ ആർ ട്രസ്റ്റിയായി നമ്മെ വീക്ഷിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ വി എർലി റോസ് ഫൗണ്ടേഷന്റെ ട്രഷറായി നമ്മെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ലിറോസ് ഫൗണ്ടേഷന്റെ ട്രഷറായി. പക്ഷേ ട്രഷറി അപ്പോഴും കാലിയായിരുന്നു. 1940 ആദ്യത്തെ ക്ലബ് ഹൗസും ആദ്യത്തെ റെസ്റ്റ് ഫാമും തുറന്നു. ആഴ്ചയിൽ ഒരിക്കൽ സ്റ്റെയിൻവേ ഹാളിൽ നടക്കുന്ന മീറ്റിംഗ് മതിയാകുന്നില്ല എന്ന് ന്യൂയോർക്ക് ഗ്രൂപ്പുകൾ പരാതിപ്പെടാൻ തുടങ്ങിയിരുന്നു. ഈ കാലം നാം കൂടുതലായി ഒത്തുചേരേണ്ടതുണ്ട്. വീട് പോലെ ഒന്നും നമുക്ക് ആവശ്യമുണ്ട്. ഒരുപക്ഷെ ക്ലബ്ബ്. അങ്ങനെ ഒരു ആശയം രൂപപ്പെട്ടു. 2 മുതിർന്ന അംഗങ്ങളായ ബർട്ടും ഹോവർസും ചേർന്ന് 334 വെസ്റ്റ് 24 സ്ട്രീറ്റ് സ്ഥലം കണ്ടെത്തി. സ്വന്തം ഉത്തരവാദിത്തത്തിൽ ടോംസി എന്ന് മറ്റൊരു ധീരൻ ലൈറ്റും ചൂടും ടെലിഫോണും വാഗ്ദാനം ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ക്ലബ്ബ് കെട്ടിടം 2 കെട്ടിടങ്ങൾക്ക് പിന്നിലുള്ള ഒരു ആലയമായിരുന്നു. ഒരു ചെറിയ ഇടനാഴിയിലൂടെ തെരുവിലേക്ക് കടക്കാം. വർഷങ്ങൾക്ക് മുമ്പ് കുതിരകൾ കലാകാരന്മാർക്ക് വഴിമാറി. അവരത് പാനൽ ചെയ്ത് ഭംഗിയാക്കി. അവർക്ക് പ്രദർശനത്തിന് സ്ഥലം മതിയാകാതെ വന്നപ്പോൾ അവിടം വിട്ടുപോയി. നാം ഏയക്കാർ അവിടെ കയറി കൂടിയതാണ്. താഴത്തെ നിലയിൽ നല്ലൊരു മീറ്റിംഗ് നടത്താം. മുകൾ നിലയിൽ ഒരു ഉല്ലാസ കേന്ദ്രവും 2 ചെറിയ മുറികളുമുണ്ട്. അതിലൊന്ന് നമ്മുടെ ആദ്യത്തെ പ്രസിദ്ധനായ സൂക്ഷിപ്പുകാരനായ ടോമിൻ്റെതാണ്. അടുത്ത മുറിയിലാണ് ഒരു വർഷക്കാലം ഞാനും ലൂയിസും താമസിച്ചത്. ആ കാലത്ത് ഞങ്ങളും ഫെഡ്സ്, ലാലൻ, ബോണി, ഡിക്ക്, വിൻസൻ, റൂത്ത്, ഹെൻറി, ലില്ലിയൻ ഇതുപോലെ മറ്റു പലതരത്തിലുള്ള സഹവർത്തിത്വം മറക്കാനാവാത്തതാണ്. മറ്റ് 100 കണക്കിന് ആളുകൾ എന്ന പോലെ തന്നെ ക്ലബിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മറ്റെല്ലാ ക്ലബ്ബുകളെയും പോലെ തന്നെ ഈ ക്ലബ്ബ് ദോഷത്തെക്കാളേറെ ഗുണമാണ് ചെയ്തത്. പ്രത്യേകിച്ച് ക്ലബ്ബുകൾ മറ്റൊരു വഴിയിൽ നീങ്ങണമെന്നും ഗ്രൂപ്പുകളാൽ നിയന്ത്രിക്കപ്പെടരുത് എന്നും മനസ്സിലാക്കിയ ശേഷം ഓൾഡ് 24 സ്ട്രീറ്റ് ക്ലബ്ബ് യുടെ ആദ്യകാല ചരിത്രത്തിന് സാക്ഷിയാണ്. ഇപ്പോഴും ഇവിടം തിരക്കിലാണ്. ലോകമെമ്പാടുമുള്ള അംഗങ്ങൾ ഇവിടം സന്ദർശിക്കാറുണ്ട്. 1940കളുടെ അവസാനത്തിൽ ഫിലാഡൽഫിയയിലും മിനിസോപ്പയിലും ഇത്തരം വലിയ ക്ലബ്ബുകൾ രൂപപ്പെട്ടു. നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ ഡസൽ കണക്കിന് ഗ്രൂപ്പുകൾ കാണപ്പെടുന്നുണ്ട്. ലളിതസുന്ദരമായ പ്രത്യേകിച്ച് ടെക്സാസിലുള്ള ചില ക്ലബ്ബുകൾ കണ്ടാൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാനാവൂ. Meanwhile, up in the hills of Connecticut, an interesting development had been taking place. A group of farms here there belonged to a dear lady, affectionately known to countless as Sister Francis. This wonderfully good soul, out of her own pocket, had operated these farms as a series of charities, one for the aged, one for children, and one for any wayfarer who passed by. In the summer of 1913, our New York members Marty had sponsored a prospect called Nona W. Nona. One of A's first women had already enjoyed the farm's hospitality and eagerly conducted a party of us to Connecticut, where we met Sister Francis. That good lady had fallen on hard times, and only one farm remained. She called it the Ministry of the High Watch. Sister Francis seemed to be delighted with us as we were with her. She offered us full use of the place if some of us could create a board of trustees to look after it. Laughingly, she had since admitted that she was shocked as well as captivated by her early alcoholist visitors. Until then, she reflected, the greatest scandal in her family had been the time when in Rome, her sister was seen in the company of an Italian army officer without a chaperone. But Sister Francis made a ready adjustment to us. With each passing year, we have loved her more, and she has returned our affection. നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ ഡസൻ കണക്കിന് ഗ്രൂപ്പുകൾ കാണപ്പെടുന്നുണ്ട്. ലളിതസുന്ദരമായ പ്രത്യേകിച്ച് ടെക്സാസിലുള്ള ചില ക്ലബ്ബുകൾ നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാനാവൂ. അതേസമയം കണക്റ്റിക്കട്ടിലെ കുന്നുകൾക്ക് മുകളിൽ രസകരമായ ചില സംഭവങ്ങൾ രൂപപ്പെട്ടു. ഒരു പറ്റം ഫാമുകളുടെ ഉടമസ്ഥയായ എണ്ണമറ്റ അംഗങ്ങൾക്ക് സുപരിചിതയായ ഒരു മഹതി അറിയപ്പെട്ടിരുന്നത് സിസ്റ്റർ ഫ്രാൻസിസ് എന്നാണ്.
ഉത്കൃഷ്ട മഹതി സ്വന്തം കീശയിൽ നിന്ന് കാശ് മുടക്കി ഒരു കൂട്ടം ധർമ്മസ്ഥാപനങ്ങൾ നടത്തിയിരുന്നു. ഒന്ന് പ്രായം ചെന്നവർക്ക്, മറ്റൊന്ന് കുട്ടികൾക്ക്, ഇനിയൊന്ന് ഏതൊരു വഴിപോക്കനും വേണ്ടിയിട്ടുള്ളതാണ്. ന്യൂയോർക്കിൽ നിന്നുള്ള മാർട്ടി എന്ന അംഗം നോണ ഡബ്ല്യു നോണ എന്നൊരാളെ സ്പോൺസർ ചെയ്തു. അവർ ഫാമിലി അന്തേവാസിയായിരുന്നു. അവർ കണ്ടിക്കെട്ട് കൂട്ടുകാർക്ക് ഒരു വിരുന്ന് സൽക്കാരം നൽകി. അവിടെ വെച്ചാണ് ഞങ്ങൾ സിസ്റ്റർ ഫ്രാൻസിസിനെ കണ്ടത്. ആ നല്ല സ്ത്രീ കഷ്ടതകളിലൂടെ കടന്നുപോയി. ഒരു ഫാം മാത്രം അവശേഷിച്ചു. അവർ അതിനെ മിനിസ്ട്രി ഓഫ് വാച്ച് എന്ന് വിളിച്ചു. ഞങ്ങൾ അവരോടൊപ്പം ഉള്ളപ്പോൾ സിസ്റ്റർ ഫ്രാൻസിസ് സന്തുഷ്ടയായി കാണപ്പെട്ടു. ഒരു ട്രസ്റ്റി ബോർഡ് രൂപീകരിക്കുകയാണെങ്കിൽ ആ സ്ഥലം നമുക്ക് പൂർണ്ണമായി ഉപയോഗിക്കാം. ആദ്യകാല മധ്യാസക്തരായ സന്ദർശകർ അവരെ ഞെട്ടിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്ത കാര്യം സിസ്റ്റർ ഫ്രാൻസിസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ കാലത്ത് അവൾ പ്രതിഭജിച്ചു. അവളുടെ കുടുംബത്തിലുണ്ടായ വലിയ വിവാദം അവളുടെ സഹോദരിയെ ഒരു തൊഴിയെ കൂടാതെ ഒരു ഇറ്റാലിയൻ ആർമി ഓഫീസറോടൊപ്പം റോമിൽ കണ്ടതാണ്. സിസ്റ്റർ ഫ്രാൻസിസ് ഞങ്ങൾക്ക് ചില പരിഗണനകൾ തന്നു. വരും വർഷങ്ങളിൽ ഞങ്ങൾ ഏയക്കാർ അവരെ കൂടുതൽ ഇഷ്ടപ്പെടുകയും അവർ ആ സ്നേഹം തിരികെ നൽകുകയും ചെയ്തു. The Rust Farm, which has come into being as a result of Sister Francis, gift it a charming place which its cabins can accommodate more than 20 guests. It is a wonderful spot to send anyone who needs extra time to recuperate after hospitalization, and many AIs use it for vacation. Similar retreats can be found today throughout the length and breadth of our fellowship, though they are not strictly AA enterprises. They do give many of us fine support and refreshment. On behalf of everyone here, set down our gratitude to Sister Francis and her much altered ministry of the High Watch. At the February 1940 meetings, Uncle Doug Richardson turned up beaming and mysterious. Presently, he broke the news that Mr. John D. Rockefeller Jr., who had not been heard from since 1937, had been following our progress with intense interest. Mr. Rockefeller had decided that he wanted to do something for Alcoholics Anonymous. He proposed a dinner meeting to which he would invite several hundreds of his own friends and acquaintances, so that they might glimpse the beginning of our remarkable fellowship. Uncle Dick produced the list of the people who were invited. It contained some 400 names, veritable constellations of New York's prominent and wealthy. Anybody could see that their total financial worth might easily be $1 million. To us alcoholics, it appeared that Mr. Rockefeller and it last changed his mind that our money troubles would soon be a thing of the past. At this point, we were comforted to learn that Dick Richardson fundraising friend Mr. Carlton Sherwood had been using his influence and good office to bring about this promising prospect. There is a reference to Mr. Rockefeller dinner earlier in this book, but I think that a fuller description of that memorable event ought to go into our records, for this was the moment at which AI's traditions of declining outside contribution began to take definite shape and form. On the evening of February 8, 1940, the dinner party foregathered at the Union Club in New York, a club even more conservative than the Union League itself. Some 75 of the 400 who were invited turned up. They looked like a fine lot of men, but they gathered in the dining hall. Most of them were rather puzzled expression. Obviously, they could not quite make out that alcoholism was all about. A few feared that AA was another scheme to dry up the whole world, and said so. To take care of any questions, we had planted a New York AA member at each table. During dinner, this thought things out in hurry. There were many queries, and some of our answers amazed the notable. At one table sat our hero Morgan, as impeccably dressed as a scholar and scholared boy. One grey-haired banker inquired, "Mr. R, what institution are you with?" Morgan grinned and replied, "Well, sir, I am not with any institution at the moment. 9 months ago, however, I was a patient in Gristone Asylum." The interest at that table took a sharp upturn. Dr. Bob had arrived with an Akron old-timer, Paul, and had also brought Clarence, a founder of the flourishing Cleveland group. Dr. Roosevelt Blaisdell, who during the previous fall had let us work with the patients, his state asylum, Rockland, New York, was there, along with our good
Dr. Silkworth. റെസ്റ്റ് ഫാം സിസ്റ്റർ ഫ്രാൻസിസിന്റെ സമ്മാനമായിരുന്നു. ക്യാബിനുകളുള്ള മനോഹരമായ സ്ഥലത്ത് 20 അതിഥികളെ സ്വീകരിക്കാൻ പറ്റുമായിരുന്നു. ചികിത്സ കഴിഞ്ഞ ഏതൊരു മധ്യസ്ഥനെയും അയക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു അത്. ഇത്തരം ധ്യാന കേന്ദ്രങ്ങൾ ഇന്ന് നമ്മുടെ കൂട്ടായ്മയുടെ വിശാലതയിൽ എവിടെയും നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നു. ഞാനിവിടെ എവർക്കും വേണ്ടി സിസ്റ്റർ ഫ്രാൻസിസിനും അവരുടെ മിനിസ്റ്ററായ ഹൈവച്ചിനും കൃതജ്ഞത അർപ്പിക്കുന്നു. 1940 ഫെബ്രുവരിയിൽ അങ്കിൾ ഡിക് റിച്ചാർഡ്സൺ അത്യുത്സാഹത്തോടെ അത്ഭുതത്തോടെ രംഗത്ത് വന്നു. 1937 മുതൽ നമുക്ക് കേൾക്കാതിരുന്ന ജോൺ ഫെല്ലർ ജൂനിയർ നമ്മുടെ പുരോഗതിയിൽ അതീവ തൽപരനാണെന്ന വാർത്തയുമായാണ് അദ്ദേഹം വന്നത്. ആൽക്കോളിസ് അനോണിമസിനെ എന്തെങ്കിലും ചെയ്യാൻ മിസ്റ്റർ റോക്ക്ഫെല്ലർ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ 100 കണക്കിന് സുഹൃത്തുക്കളെയും വിളിച്ച് ഒരു വിരുന്ന് സൽക്കാരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. അതുവഴി അവർക്കൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ തുടക്കത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുമെന്നും. ന്യൂയോർക്കിലെ പ്രഗത്ഭന്മാരും ധനികരുടെ 400 പേരുടെ ഒരു ലിസ്റ്റ് റിച്ചാർഡ്സൺ ഞങ്ങളെ കാണിച്ചു. വിരുന്ന് സൽക്കാരത്തിൽ ക്ഷണിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റാണ് അത്. അവരുടെയൊക്കെ ആസ്തി ലക്ഷക്കണക്കിന് ഡോളർ ഉണ്ടാകുമെന്ന് ആർക്കും മനസ്സിലാകും. റോക്ക്ഫെല്ലർ മനസ്സ് മാറ്റിയിരിക്കുന്നു എന്നും ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നം ഒരു പഴങ്കഥയാകുമെന്ന് ഞങ്ങൾ കരുതി. ഈ പദ്ധതി വിജയത്തിലെത്തിക്കാൻ ഡിക് റിച്ചാർഡ്സന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാൾട്ടൺ ഷെർവുഡ് അദ്ദേഹത്തിന്റെ ഓഫീസും സ്വാധീനവും ഒക്കെ പ്രയോജനപ്പെടുത്തുമെന്ന് ഞങ്ങൾ കരുതി. റോക്ക്ഫെല്ലറുടെ വിരുന്ന് സൽക്കാരത്തെപ്പറ്റി നേരത്തെ ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മുഴുവനായ വിശദമായ ഒരു വിവരണം വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുറത്തുനിന്നുള്ള സംഭാവനകൾ നിരസിക്കുന്ന എന്ന നമ്മുടെ പാരമ്പര്യം അതിന്റെ വ്യക്തമായ രൂപത്തിൽ രൂപപ്പെട്ടത് ഇവിടെ വെച്ചാണ്. യൂണിയൻ ലീഗിനേക്കാൾ യാഥാസ്ഥിതികമായ ന്യൂയോർക്കിലെ യൂണിയൻ ക്യാമ്പിൽ വെച്ചാണ് 1940 ഫെബ്രുവരി 8-ാം തീയതി ഡിന്നർ പാർട്ടി നടത്തപ്പെട്ടത്. ക്ഷണിക്കപ്പെട്ട 400 പേരിൽ 75 പേർ പങ്കെടുത്തു. അത് നല്ലൊരു ജനക്കൂട്ടമായിരുന്നു. പക്ഷെ അത് ഒത്തുകൂടിയപ്പോൾ അവർ മിക്കവാറും സംശയാലുക്കളായി കാണപ്പെട്ടു. ആൽക്കോളിസ് അനോണിമസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം വ്യക്തമായിരുന്നു. ചിലരെങ്കിലും ധരിച്ചു ഇത് ലോകത്തെ മദ്യവിമുക്തമാക്കാനുള്ള പദ്ധതിയാണെന്ന്. ഇവർ അത് പറയുകയും ചെയ്തു. ചോദ്യങ്ങളുണ്ടായെങ്കിൽ മറുപടി പറയാനായി ഓരോ മേശക്കരികിലും ഓരോ ന്യൂയോർക്ക് മെമ്പർമാരെ നിയോഗിച്ചു. സൽക്കാരത്തിനിടയിൽ വേഗത്തിൽ മഞ്ഞുരുകാൻ ഇത് സഹായിച്ചു. ചോദ്യങ്ങൾ അനവധി ഉണ്ടായിരുന്നു. ചില ഉത്തരങ്ങൾ വിശിഷ്ട വ്യക്തികളെ ഉതകുന്നതായിരുന്നു. ഒരു മേശക്കരികിൽ നമ്മുടെ നായകൻ മോർഗൻ ഒരു പരസ്യബാലനെ പോലെ കുറ്റമറ്റ നല്ല വസ്ത്രധാരണത്തോടെ ഇരിക്കുന്നു. ഒരു തവിട്ട് തലമുടിക്കാരൻ ബാങ്കർ അദ്ദേഹത്തോട് ചോദിച്ചു, മിസ്റ്റർ ആർ, നിങ്ങൾ ഏത് സ്ഥാപനത്തോടൊപ്പമാണ്? മോർഗൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാർ, ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തോടൊപ്പമല്ല. പക്ഷേ 9 മാസം മുമ്പ് ഞാനൊരു സ്ഥാപനത്തിലായിരുന്നു. ഗ്രേസ്റ്റൺ എന്ന് പറയുന്ന അസൈലയത്തിലെ അന്തേവാസിയായിരുന്നു. ആ മേശക്കരികിൽ ഇരുന്നവരുടെ താല്പര്യം അങ്ങനെ ക്രമേണ വർദ്ധിച്ചു തുടങ്ങി. ഡോക്ടർ ബോബ് അക്രോമണിൽ നിന്നെത്തിയത് പഴമക്കാരനായ പോളും വളർന്നുകൊണ്ടിരിക്കുന്ന ക്ലീവ്ലാൻഡ് ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ക്ലാരൻസിനോടൊപ്പമാണ്. കൂടാതെ ന്യൂയോർക്കിലെ റോക്ക്ലാൻഡ് അസൈലത്തിൽ നിന്ന് നമ്മളോടൊപ്പം പ്രവർത്തിച്ച ഡോക്ടർ ബ്ലൈസെല്ലും നമ്മുടെ നല്ല സുഹൃത്തായ ഡോക്ടർ സിൽക്ക്വർത്തും അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ ബോബ് ആൻഡ് ഐ were scheduled to speak. Several other alcoholics were to handle a question and answers period, and the entire proceedings were to be backed up by Dr. Harry Emerson Fosdick, representing religion, and Dr. Foster Kennedy, the world-renowned neurologist who would speak for medicine. We should here take special note of these two wonderful friends. Dr. Fosdick had been the very first clergyman to recognize us. Very first clergyman recognized us. Early in 1913, he had seen the pre-publication copy of the big book, the book Alcoholics Anonymous, and had at once volunteered to review it. This magnetic review, shown in the appendix of this volume, well illustrated in deep understanding and high approval of our fellowship. Likewise, Dr. Kennedy, our first friend in the field of neurology, never missed an opportunity to declare his great faith in AA. Mr. Rockefeller himself had been taken ill suddenly and could not come. His son, Nelson, who we all liked immensely, did the honor as chairman for the occasion. I was seated between Dr. Blaisdell and Nelson Rockefeller. Directly in front of me was Wendell Wilkie. The dinner was a scob on toast. For a bunch of ex-drunkards, we were doing remarkably well. We wondered how Mr. Rockefeller had dared to go so far out on a limb for us obscure and struggling fellowship of alcoholics. ഞാനും ഡോക്ടർ ബോബും സംസാരിക്കാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ചോദ്യോത്തര പദ്ധതി കൈകാര്യം ചെയ്യാനായി ധാരാളം മധ്യസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരെ സഹായിക്കാനായി മതത്തിൽ നിന്നുള്ള ഡോക്ടർ ഹാരി എമേഴ്സൺ ഫോസ്റ്റിക്കും വൈദ്യശാസ്ത്ര രംഗത്ത് നിന്ന് ലോക പ്രശസ്തനായ ന്യൂറോളജിസ്റ്റ്
ഡോക്ടർ ഫോസ്റ്റിക് നമ്മെ തിരിച്ചറിഞ്ഞ ആദ്യ പുരോഹിതനും കൂടിയായിരുന്നു. 1939 ആൽക്കോളിക്സ് അനോണിമസ് എന്ന പുസ്തകത്തിന്റെ പ്രീ പബ്ലിക്കേഷൻ കോപ്പി കാണുകയും മനോഹരമായ ഒരു നിരൂപണം അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ അദ്ദേഹത്തിനുള്ള ആഴത്തിലുള്ള താല്പര്യവും അംഗീകാരവും അത് വ്യക്തമാക്കുന്നതാണ്. പുസ്തകത്തിന്റെ അനുബന്ധത്തിൽ ഇത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ വിശ്വാസം പ്രകടിപ്പിക്കാൻ ലഭിക്കുന്ന അവസരം ഡോക്ടർ ഫോസ്റ്റർ കെന്നഡി നഷ്ടപ്പെടുത്താറില്ല. മിസ്റ്റർ റോക്ക്ഫെല്ലറിന് പെട്ടെന്ന് സുഖമില്ലാതാവുകയും പങ്കെടുക്കാനാകാതെ വരികയും ചെയ്തു. നാമൊക്കെ വളരെയധികം കഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ മകൻ നെൽസൺ ഈ അവസരത്തിൽ ചെയർമാൻ പദവി അലങ്കരിച്ചു. ഞാൻ ഡോക്ടർ ബ്ലേസ് ഡെല്ലിനും നെൽസൺ റോക്ക്ഫെല്ലറിനും ഇടയിലാണ് ഇരുന്നിരുന്നത്. 13 അനുബന്ധത്തിന്റെ അവസാനത്തിൽ ഡോക്ടർ ഫോസ്റ്റിക്കിന്റെ റിവ്യൂ ഇവിടെ കാണാം, നിരൂപണം കാണാം. 14 മെഡിക്കൽ സൊസൈറ്റിക്ക് മുന്നിലുള്ള ഡോക്ടർ കെന്നഡിയുടെ റിമാർക്കുകൾ അനുബന്ധത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. ഡിന്നർ നന്നായിരുന്നു. ഞങ്ങൾ മുൻ കുടിയന്മാർ നന്നായി പ്രതികരിച്ചു. ഇരുട്ടിൽ തപ്പുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ഒപ്പം ചേരാൻ റോക്ക്ഫെല്ലർ കാണിച്ച ധൈര്യത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ആഫ്റ്റർ ഡിന്നർ Mr. Nelson Rockefeller rose to his feet. He expressed his father regret for being unable to attend. He told how deeply Mr. John D. Jr. had been affected by his experience with the Society of Alcoholics Anonymous, promising a highly interesting evening. Nelson Rockefeller began to introduce the speakers. Dr. Fosdick gave us most wonderful testimonial and expressed complete confidence in our future. Dr. Kennedy warmly endorsed us and read a letter of protest he had written to the Journal of the American Medical Association, because in their review of the book Alcoholics Anonymous, they had somewhat ridiculed us. Dr. Bob spoke briefly, and I gave a rapid account of my own experience as a drinker, my recovery, and the subsequent history of our fellowship. As we watched the faces of the guests, it was evident that we had captured their sympathetic interest. Great influence and great wealth were soon to be at our disposal. Wearing and worry were to be things to the past. ഡിന്നറിന് ശേഷം മിസ്റ്റർ നെൽസൺ റോക്ക് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. തന്റെ പിതാവ് പങ്കെടുക്കാനാകാത്തതിനുള്ള ഖേദം പ്രകടിപ്പിച്ചു. ആൽക്കോളിക്സ് അനോണിമസുമായുള്ള അദ്ദേഹത്തിനുള്ള ബന്ധം, ജോൺ ഡി റോക്ക്ഫെല്ലറുടെ അനുഭവം അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നതും പറഞ്ഞു. അത്യന്തം രസകരമായ സായാഹ്നത്തിൽ നെൽസൺ റോക്ക്ഫെല്ലർ പ്രഭാഷകരെ സ്വന്തമായി പരിചയപ്പെടുത്തി. ഡോക്ടർ ഫോസ്റ്റിക് ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ ഭാവിയിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തു. ഡോക്ടർ കെന്നഡി ആകട്ടെ ആൽക്കോളിക്സ് അനോണിമസ് എന്ന നമ്മുടെ പുസ്തകത്തെ പരിഹസിച്ച് എഴുതിയ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ലേഖനത്തിലെ കുറിച്ചുള്ള വിയോജനക്കുറിപ്പ് വായിക്കുകയും നമ്മെ ഹൃദയപൂർവ്വം അംഗീകരിക്കുകയും ചെയ്തു. ഡോക്ടർ ബോബ് കൃത്യമായി സംസാരിച്ചു. ഒരു മധ്യാസക്തി എന്ന നിലയിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളും സുഖം പ്രാപിച്ചതും കൂട്ടായ്മയുടെ തുടക്കവും ദ്രുതഗതിയിൽ വിശദീകരിച്ചു. നാം അനുതാപപൂർവമായി താല്പര്യം ജനിപ്പിച്ചിരിക്കുന്നു എന്നത് അതിഥികളുടെ മുഖത്തു നിന്ന് വ്യക്തമായിരുന്നു. വലിയ സമ്പത്തും സ്വാധീനവും നമുക്ക് ലഭിക്കാൻ പോകുന്നു. മടുപ്പും ഭയവും ഭൂതകാലത്തിൽ മറയാൻ പോകുന്നു. അവസാനം ആ വലിയ മുഹൂർത്തം വന്നു. മിസ്റ്റർ നെൽസൺ റോക്ക്ഫെല്ലർ ഉത്സാഹത്തോടെ ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നിന്നു. Breathlessly we waited for the climax, the matter of money. Nelson Rockefeller obliged us. Continuing, he said, "Gentlemen, you can all see that this is a work of goodwill. Its power lies in the fact that one member carries the good message to the next without any thought of financial income or reward. Therefore, it is our brief that Alcoholics Anonymous should be self-supporting so far as money is concerned. It needs only our goodwill." Whereupon the guest clapped lustily, and after cordial handshakes and goodbyes all around, the whole $1 billion worth of them walked out the door. വലിയ ഒരു മധ്യസ്ഥത്തിൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. സുഖം പ്രാപിച്ചതിനെ കുറിച്ചും കൂട്ടായ്മയെ കുറിച്ചും തുടക്കം ദ്രുതഗതിയിൽ വിശദീകരിച്ചു. നാം അനുതാപപൂർവമായി താല്പര്യം ജനിപ്പിച്ചിരിക്കുന്നു എന്നത് അതിഥികളുടെ മുഖത്തുനിന്ന് വ്യക്തമായി. വലിയ സമ്പത്തും സ്വാധീനവും നമുക്ക് ലഭിക്കാൻ പോകുന്നു. മടുപ്പും ഭയവും ഭൂതകാലത്തിൽ മറയാൻ പോകുന്നു. അവസാനം ആ വലിയ മുഹൂർത്തം വന്നു. മിസ്റ്റർ നെൽസൺ റോക്ക്ഫെല്ലർ ഉത്സാഹത്തോടെ ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ ഞങ്ങൾക്കെല്ലാം വന്നതിന് നന്ദി പറഞ്ഞു. അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു, ആൽക്കോഹോളിക്സ് അനോണിമസിൽ തന്റെ പിതാവിനെ സ്വാധീനിച്ച മറ്റു കാര്യങ്ങളൊന്നും തന്നെയില്ല എന്ന കാര്യം. ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ സാഹസിക വിജയത്തിന്റെ തുടക്കം കാണാൻ എത്ര അതിഥികൾ എത്തിയെന്നറിയാൻ അതീവ തൽപരനായിരിക്കും എൻ്റെ പിതാവ് എന്ന് നെൽസൺ പറഞ്ഞു. ഞങ്ങൾ ശ്വാസമടക്കി ക്ലൈമാക്സിനെ കാത്തിരുന്നു. പണത്തിന്റെ കാര്യം നെൽസൺ റോക്ക്ഫെല്ലർ ഞങ്ങളോട് കടപ്പെട്ടവനാണ്. അദ്ദേഹം തുടർന്നു, മാന്യന്മാരെ, നിങ്ങൾക്കറിയാം ഇതൊരു സൽപ്രവൃത്തിയാണ്. ഒരംഗം മറ്റൊരാൾക്ക് സന്ദേശം നൽകുന്നതിനാണ് ഇതിന്റെ ശക്തി കിടക്കുന്നത്. പണമോ അംഗീകാരമോ സ്വീകരിക്കാതെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നു. പണത്തിന്റെ കാര്യത്തിൽ ആൽക്കോഹോളിക്സ് അനോണിമസ് സ്വയം പര്യാപ്തമായിരിക്കണം. നമ്മുടെ സന്നദ്ധത മാത്രമാണ് ഇതിനാവശ്യം. കോടികൾ വിലമതിപ്പുള്ള അതിഥികൾ ഉച്ചത്തിൽ കൈയടിച്ചു, ഹസ്തദാനം നൽകി, ഗുഡ് ബൈ പറഞ്ഞ് പുറത്തേക്ക് പോയി.
We were dazed. We had Mr. Rockefeller gone to all that trouble just for this. We simply could not figure it out. But a few days later, we began to see, and as time passes, alcoholism must cease ever more clearly what he meant and what he did. ഞങ്ങൾ ശ്വാസമടക്കി ക്ലൈമാക്സിനായി എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പുറത്തേക്ക് പോയി. ഞങ്ങൾ സ്തംഭിച്ചു പോയി. ഇതിനു വേണ്ടിയാണ് മിസ്റ്റർ റോക്ക്ഫെല്ലർ ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചത്. ഞങ്ങൾക്കിത് തൊട്ട് മനസ്സിലായില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്കത് മനസ്സിലായി തുടങ്ങി. സമയം കടന്നുപോയപ്പോൾ അയാൾ എന്താണ് ഉദ്ദേശിച്ചെന്നും എന്താണ് ചെയ്തതെന്നും ആൽക്കോഹോളിക്സ് അനോണിമസിന് മനസ്സിലായി. ഇത്രയും പറഞ്ഞ് നമുക്ക് നിർത്താം. താങ്ക് യു. താങ്ക് യു ശിവചേട്ടാ. താങ്ക് യു. പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥന. ദൈവമേ,